ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് കുട്രം പുരന്തവൻ എന്ന ഒരു തമിഴ് സീരീസ് ആണ്. അടുത്തിടെ ഇറങ്ങിയതിൽ വെച്ച് ഒരു കിടിലൻ ക്രൈം ത്രില്ലർ സീരീസ്. ഒരു നാട്ടിൽ നിന്ന് 10നും 12നും വയസ്സിനിടയിൽ പ്രായമുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കാണാതാകുന്നു. അതിക്രൂരമായ ബലാത്സംഗത്തിനിരയാകുന്ന ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നത് ആരാണ്? പെൺകുട്ടികൾക്കും പിന്നീട് എന്ത് സംഭവിച്ചിരുന്നു പോലും അറിയില്ല. അവരുടെ മൃതദേഹങ്ങൾ പോലും കിട്ടിയിട്ടില്ല. കില്ലർ ഇരയെ തെരഞ്ഞെടുക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. മലയാളി ആരാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്രയധികം സസ്പെൻസ് ആണ് ഈ ഒരു സീരീസിന്റെ അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ കഥയിലേക്ക് അടക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഭാസ്കർ എന്നും ആനന്ദി എന്നും പറയുന്ന ഒരു കപ്പലിനെയാണ്. ഭാസ്കർ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് ആയിരുന്നു. ഉടനെ തന്നെ അയാൾ റിട്ടയർ ആകാൻ പോവുകയാണ്. അയാളുടെ ചെറുമകനാണ് രാഹുൽ. രാഹുലിന് സുഖമില്ലാത്ത കാരണം അവിടെ തിരുവിഴ നടക്കുന്നതിനിടയ്ക്കും തന്റെ മകന് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാസ്കർ വീട്ടിലേക്ക് പോകുന്നു. ആനന്ദി അമ്പലത്തിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അവർക്കൊരു നായ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ജാക്കി എന്നാണ്. അവിടെ അടുത്തുള്ളവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്റെ അയൽക്കാരനായ സോളമനെ ഭാസ്കർ കാണുന്നുണ്ട്. സോളമൻ മദ്യപിച്ചുകൊണ്ട് അയാളെ കടന്നുപോയി. അവര് താമസിക്കുന്ന കെട്ടിടത്തിൽ 4 കുടുംബങ്ങളാണുള്ളത്. മുകളിലത്തെ നിലയിലാണ് സോളമന്റെ കുടുംബവും ഭാസ്കറിന്റെ കുടുംബവും താമസിക്കുന്നത്. ഭാസ്കർ വീട്ടിലെത്തി രാഹുലിന് മരുന്ന് കൊടുത്ത് അവനെ കിടത്തിയുറക്കി. കുറച്ചു കഴിയുമ്പോൾ നായ വല്ലാതെ കുരയ്ക്കുന്നത് അയാൾ കേൾക്കുന്നുണ്ട്. പുറത്തുപോയി നോക്കുമ്പോൾ അവിടെ എങ്ങും തന്നെ ആരുമില്ല. ജാക്കിയെ പെട്ടെന്ന് അയാൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സമയം കുറെ കടന്നുപോയി. അയാളെ മദ്യപിക്കാൻ വേണ്ടിയിട്ട് കുപ്പിയും ഗ്ലാസും എടുത്തു വെക്കുന്നു. കുറെ കഴിയുമ്പോൾ പിന്നീട് കാണിക്കുന്നത് അവരുടെ താഴത്തെ ബിൽഡിംഗിൽ താമസിക്കുന്ന മാലിനി എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഭർത്താവും അവിടേക്ക് വരുമ്പോൾ സോളമൻ തറയിൽ വീണ് കിടക്കുന്നതാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് പോകുന്നുണ്ട്. പേടിച്ചുപോയ മാലതിയാകട്ടെ പെട്ടെന്ന് സോളമന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അയാളുടെ വൈഫ് എസ്തറും മകൾ മേഴ്സിയും കാണേണ്ടതാണ്. എന്നാൽ അവിടെ ആരും തന്നെയില്ല. പെട്ടെന്ന് അവർ ഭാസ്കറിനെ പോയി വിളിക്കുന്നു. ബഹളം കേട്ട് ഉറക്കത്തിലായിരുന്ന ഭാസ്കർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. സോളമനെ പറ്റി മാലതി പറഞ്ഞതും അയാൾ താഴേക്ക് ഓടി ചെല്ലുന്നു. അയാളുടെ കൈ പിടിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട് പൾസ് വളരെ കുറവാണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന്. ഹോസ്പിറ്റൽ അവിടെ നിന്നും കുറേയധികം ദൂരെയാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ പല ആൾക്കാരും ഫാർമസിസ്റ്റായ ഭാസ്കറിന്റെ അടുത്ത് വന്നിട്ടാണ് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അത് ഇല്ലീഗലാണെന്ന് അയാൾക്കറിയാം. അങ്ങനെ ചെയ്യില്ല എന്ന് അയാൾ പറഞ്ഞാലും ആൾക്കാർ കേൾക്കാതെ ഇയാളുടെ അടുത്ത് തന്നെ വരും. അങ്ങനെ സോളമനെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് കാണിക്കുന്നത് DSPയും അയാളുടെ ഡ്രൈവർ ഗൗതമിനെയാണ്. DSPക്ക് ഗൗതമിന് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ഗൗതം ചെയ്ത എന്തോ ഒരു തെറ്റിന്റെ പേരിലാണ് അവൻ ഉയർന്ന പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടാത്തതും ഇങ്ങനെ ഡ്രൈവറായി തുടരുന്നതും. ഹോസ്പിറ്റലിലെത്തിയ സോളമൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കേസ് അന്വേഷണമായിട്ടാണ് DSP അവിടേക്ക് വരുന്നത്. സോളമനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതറിഞ്ഞിട്ട് അന്ന് രാത്രി പള്ളിയിൽ പോയിരുന്ന അയാളുടെ വൈഫ് എസ്തറും ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം രാത്രിയിൽ വീട്ടിലുണ്ടായിരുന്ന അവരുടെ മകൾ മേഴ്സിയെ കാണാനില്ല. മേഴ്സിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും തന്നെ അറിയില്ല. അതുപോലെ തന്നെ സോളമൻ എങ്ങനെ മരിച്ചു, അയാളെ ആരെങ്കിലും അപകടപ്പെടുത്തിയിട്ട് മേഴ്സിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പോലും ഇവർ സംശയിക്കുന്നു. മാലതി നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയുന്നുണ്ട്. കാണാതായ മേഴ്സിക്ക് 12 വയസ്സാണ്. അവളെ അവസാനമായി കണ്ടത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഭാസ്കർ പറയുന്നുണ്ട് താനാണെന്ന്. തലേന്ന് ഞാൻ അമ്പലത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മേഴ്സി ചർച്ചിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചർച്ച്. ഒറ്റയ്ക്ക് എങ്ങോട്ടാ നീ പോകുന്നതെന്ന് ചോദിച്ചപ്പോ അവളുടെ അമ്മയായ എസ്തർ ആദ്യം തന്നെ ചർച്ചിലേക്ക് പോയി. തന്നോട് കുറച്ചു കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ അമ്മ പറഞ്ഞു. അതുകൊണ്ടാ താൻ അങ്ങോട്ടേക്ക് പോകുന്നതെന്നാണ് മേഴ്സി അയാളോട് പറഞ്ഞത്. ആദ്യം അയാൾ സോളമൻ പോകുന്നതാണ് കാണുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അയാളുടെ പിറകെ മേഴ്സിയും പോകുന്നത് കാണുന്നത്. മേഴ്സിയെ കാണാതായ ടൈമില് എന്തെങ്കിലും സൗണ്ടുകൾ കേട്ടിരുന്നു എന്ന് ഭാസ്കറിനോട് പോലീസുകാർ ചോദിക്കുമ്പോൾ താൻ രാത്രി മദ്യപിച്ചിട്ടാ കിടന്നത്, അത് കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോയി, അങ്ങനെ വേറെ സൗണ്ടുകളൊന്നും കേട്ടില്ല എന്നുമാണ് അയാൾ പറയുന്നത്. മാലതി വന്ന് വാതിലിന് മുട്ടിയപ്പോഴാണ് അയാൾ ഉണർന്നത് തന്നെ. എസ്തറിനോട് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകൾ എന്തിനാണ് രാത്രിയിൽ പള്ളിയിലേക്ക് പോയതെന്ന്. എസ്തർ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് അവളെ പള്ളിയിലേക്ക് വിളിച്ചതെന്ന്. അവൾ അങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത് പതിവാണ്. പലപ്പോഴും അങ്ങനെ ഞാൻ പോയ ശേഷമാണ് അവള് വരുന്നത്. എന്താണെങ്കിലും മേഴ്സിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അവർ തുടങ്ങാൻ ആരംഭിച്ചു. അതിനിടയ്ക്ക് ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ താൻ തന്റെ ചെറുമകനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോട്ടെ എന്ന് ഭാസ്കർ ചോദിക്കുന്നു. പോലീസുകാർ അവർക്ക് പെർമിഷൻ കൊടുത്തു. എന്നാൽ DSPയോട് മറ്റൊരു പോലീസുകാരൻ പറയുന്നുണ്ട് ഈ കേസിന് മുൻപ് നടന്ന ചില കേസുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. 3 വർഷം മുമ്പ് ഇതുപോലെ 2 പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. അതും അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതിന്റെ അന്ന് തന്നെയാണ്. മേഴ്സിയെ കാണാതായിരിക്കുന്നതും ഈ ഉത്സവത്തിന്റെ അന്ന്. എന്നാൽ DSP പറയുന്നുണ്ട് 3 വർഷം മുമ്പുള്ള കേസുമായിട്ട് ഇതിനെ കൂട്ടിക്കൊഴിക്കണ്ട എന്ന്. അതിലെ പെൺകുട്ടികളെ മാത്രമേ കാണാതായിട്ടുള്ളൂ. ഇതിപ്പോ ആ പെൺകുട്ടിയുടെ അച്ഛനെ ആരോ കൊന്നിട്ട് പെൺകുട്ടിയെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതെന്തെങ്കിലും കുടുംബവൈരാഗ്യമായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇവിടെ ഭാസ്കറും ആനന്ദിയും രാഹുലിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണല്ലോ. ആ സമയത്ത് ഗർഭിണിയായ ഒരു പെൺകുട്ടിയും കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന കണ്ടിട്ട് തന്റെ മകളെ കുറിച്ച് ഭാസ്കറിന് ഓർമ്മ വരുന്നു. ഇതുപോലൊരു ദിവസം സീരിയസ് കണ്ടീഷനിലാണ് തന്റെ മകളെയും പ്രസവത്തിനായിട്ട് കൊണ്ടുവന്നത്. എന്നാൽ പ്രസവത്തിനോടനുബന്ധിച്ച് ഭാസ്കറിന്റെ മകൾ മരിക്കുകയും ആ കൈക്കുഞ്ഞിനെ ഭാസ്കറിനും ആനന്ദിക്കും ലഭിക്കുകയും ചെയ്തു. മരണശേഷം ഭാസ്കറിന്റെ മകള് മരിച്ചതോടുകൂടി കുട്ടിയെ ഏറ്റെടുക്കാൻ ഭാസ്കറിന്റെ മരുമകൻ തയ്യാറായില്ല. അതോടെ കുട്ടിയെ വളർത്തുന്നത് ഭാസ്കറും ആനന്ദിയും ചേർന്നിട്ടാണ്. ഇപ്പൊ കൊണ്ടുവന്ന ഈ പെൺകുട്ടിക്ക് B നെഗറ്റീവ് രക്തം വേണമെന്ന് അവിടെ നഴ്സ് പറയുന്ന കേട്ടിട്ട് ഭാസ്കർ അതെല്ലാം വേദനയോടെ നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടെ പോലീസുകാര് ആ കെട്ടിടത്തിന്റെ ഓണറിനോട് എസ്തറിനെ പറ്റിയും എസ്തറിന്റെ സോളമന്റെയും ഒരേ മകളാണ് മെഴ്സി. മെഴ്സിയും ഭാസ്കറിന്റെ കൊച്ചുമകൻ രാഹുലും ഇവിടെയായിരുന്നു എപ്പോഴും ഓടിക്കളിക്കുന്നത്. അവരുടെ നായ എപ്പോഴും ഇവിടെ കാണും. എസ്തർ ഭാസ്കറിനെ അച്ഛ എന്നാണ് വിളിക്കുന്നത്. സോളമന്റെ കുടി കാരണം എസ്തർ എപ്പോഴും ഒറ്റപ്പെട്ട
രീതിയിലായിരുന്നു. അത് കാരണം എസ്തറിനെ ഭാസ്കറും ആനന്ദിയും സ്വന്തം മകളെ പോലെയാണ് കണ്ടിരുന്നത്. മെഴ്സിയെ പറ്റി പോലീസുകാർ നാട്ടിലെങ്ങും തന്നെ അന്വേഷിക്കുന്നു. ആരെങ്കിലും കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. മെഴ്സി സ്ഥിരമായിട്ട് ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത് രഘു എന്ന് പറയുന്ന ഒരാളുടെ അടുത്താണ്. അയാളോട് ചോദിക്കുമ്പോൾ രഘു പറയുന്നുണ്ട് 2-3 ദിവസമായിട്ട് മെഴ്സി ട്യൂഷനും വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന്. 3 വർഷം മുമ്പ് 2 പെൺകുട്ടികളെ കാണാതായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ, അതിലൊരു പെൺകുട്ടിയുടെ അച്ഛനാണ് ചന്ദ്രൻ. അയാളാകട്ടെ പോലീസുകാരോട് പറയുന്നുണ്ട് എന്റെ മകളെയോ നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ചില്ല, ഈ കുട്ടിയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തണമെന്ന്. ഞങ്ങളുടെ കുട്ടി കാണാതായിരിക്കുന്ന പോലെ തന്നെയാണ് ഈ കുട്ടി ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും ഒരു ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും അയാൾ പറയുന്നു. ഇവിടെ നമ്മുടെ ഗൗതമാകട്ടെ DSPയുടെ വീട്ടിലെ വീട്ടുജോലികളെല്ലാം തന്നെ ചെയ്യണമായിരുന്നു. പോലീസുകാരനാണെന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് അതിന്റെ ഒരു വിലയും എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ഭാസ്കർ രാഹുലിനെ കൊണ്ട് ഡോക്ടറിന്റെ അടുത്തെത്തി. രാഹുലിന്റെ ബ്രെയിനിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഉടനെ ഒരു മേജർ സർജറി നടത്തിയെങ്കിൽ മാത്രമേ അവൻ സർവൈവ് ചെയ്യൂ. ഇടയ്ക്കിടയ്ക്ക് അവൻ ബോധം കെട്ട് വീഴും. അവന്റെ കണ്ടീഷൻ സീരിയസ് ആണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നും ഡോക്ടർ പറയുമ്പോൾ ഭാസ്കർ പറയുന്നുണ്ട് താൻ റിട്ടയർഡ് ആകാൻ കുറച്ച് ദിവസം കൂടിയുള്ളൂ, അത് കഴിയുമ്പോൾ റിട്ടയർമെന്റ് ക്യാഷ് കിട്ടും, കിട്ടിയാൽ ഉടനെ സർജറി ചെയ്യാമെന്ന്. എന്നാൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നത് ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് ഡോക്ടർ പറയുന്നു. പക്ഷെ അവരുടെ കയ്യിൽ സർജറിക്ക് ആവശ്യമായ വേറെ ക്യാഷ് ഉണ്ടായിരുന്നില്ല. റിട്ടയർമെന്റ് ക്യാഷ് കിട്ടിയെങ്കിൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റൂ. മെഴ്സിയെ പറ്റി ഇവിടെ പോലീസുകാര് ചർച്ചിലും പോയി അന്വേഷിക്കുന്നു. അവിടുത്തെ പാസ്റ്റർ പറയുന്നുണ്ട് മെഴ്സിയും എസ്തറും സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടായിരുന്നുവെന്ന്. അവൾ ഒരു നല്ല പെൺകുട്ടിയായിരുന്നു. സോളമന്റെ അമിതമായ കുടി കാരണം മെഴ്സിയും എസ്തറും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അയാളുടെ കുടി എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണേ എന്നാണ്. രാഹുലിന്റെ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ആനന്ദിയും രാഹുലും വെളിയിലിരിക്കുകയും ഭാസ്കർ അകത്ത് റെക്കോർഡ്സിൽ എന്തോ എഴുതുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. സോളമന്റെ മരണത്തിന് പിന്നില് അയാളുടെ സഹോദരൻ വെങ്കട്ടാണോ എന്ന് പോലീസുകാർക്ക് സംശയം തോന്നുന്നു. കാരണം അവർക്ക് രണ്ടുപേർക്കും കുടുംബസ്വത്തിന്റെ പേരിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കാരണം വെങ്കട്ടിനെ തേടി അവർ പോകുന്നു. എന്നാൽ പലയിടത്തും അന്വേഷിച്ചിട്ടും വെങ്കട്ടിനെ കാണുന്നില്ല. വെങ്കട്ടിന്റെ വീട്ടിലെത്തി അയാളുടെ വൈഫിനോട് അന്വേഷിക്കുമ്പോൾ വെങ്കട്ട് സാധാരണ പൂജയും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് വലിയ കാശ് കിട്ടാത്ത കാരണം പുറത്തെവിടേക്കോ മറ്റു ജോലികൾ ചെയ്യാനും പോകാറുണ്ടെന്ന് ഇവർ അറിയുന്നു. മെഴ്സിയെ കാണാതായ ദിവസം വെങ്കട്ട് നാട്ടിലില്ലായിരുന്നുവെന്നാണ് അയാളുടെ വൈഫിൽ നിന്നും ഇവർക്ക് കിട്ടുന്ന വിവരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സോളമന്റെ ബോഡി വിട്ടുകിട്ടുകയും ചടങ്ങുകളെല്ലാം നടത്തി അത് സംസ്കരിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഭർത്താവിനെ നഷ്ടപ്പെട്ടു, തന്റെ മകളെയും കാണാനില്ല. ദുഃഖത്തോടുകൂടി എസ്തർ ആകട്ടെ പല വീടുകളിലും മെഴ്സിയെ കണ്ടോന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഒടുവിൽ അവൾ ഗൗതമിന്റെ വീട്ടിലും എത്തുന്നു. ഗൗതമിന്റെ മകൾ കയലും മെഴ്സിയും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. കയലും പറയുന്നുണ്ട് തനിക്ക് മെഴ്സിയെ പറ്റി ഒന്നും അറിയില്ല എന്ന്. അവൾ എങ്ങോട്ടും പോകുന്നതായിട്ടും തന്നോട് പറഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് സോളമന്റെ ശരീരത്തില് തലക്കേറ്റ ക്ഷതം മാത്രമേ ഉള്ളൂ, അല്ലാതെ ശരീരത്തിലെങ്ങും തന്നെ ഒരു പാടുകളുമില്ല. അങ്ങനെ 2 ദിവസത്തിനകം ഭാസ്കറിന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞു. ഗൗതമിന് DSPയുടെ വീട്ടിലെ ജോലിയും കഴിഞ്ഞിട്ട് സ്വന്തം മകളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് കറക്റ്റ് സമയത്ത് എത്താൻ പോലും പറ്റിയില്ല. വിഷമിച്ചിരിക്കുന്ന അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഗൗതം. എന്നാൽ അവളാകട്ടെ ഗൗതമിനോട് ആവശ്യപ്പെടുന്നത് തന്റെ കൂട്ടുകാരിയായിരുന്ന മെഴ്സിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊടുക്കാനാണ്. പാവ ആ കുട്ടിക്കറിയില്ലായിരുന്നു അവളുടെ അച്ഛൻ കേസ് അന്വേഷിക്കാനൊന്നും പോകുന്ന ഒരു പോലീസുകാരനല്ല എന്ന്, വെറും ഒരു ഡ്രൈവർ മാത്രമാണെന്നും DSPയുടെ വീട്ടിൽ ഇങ്ങനെ വീട്ടുജോലി ചെയ്യുകയാണെന്നും. അതിനിടയ്ക്ക് DSP അയാളെ കോൾ ചെയ്ത് സോളമന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. ആ രാത്രിയിലും അയാൾ സ്റ്റേഷനിലേക്ക് പോകുന്നു. ശരിക്കും ഗൗതം ഇങ്ങനെ ഡ്രൈവർ മാത്രം ആയി നിൽക്കുന്നതിൽ ഒരു കാരണമുണ്ട്. ഒരു പ്രധാന കേസിലെ വിക്ടിമിനെ കറക്റ്റായിട്ട് കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമായിരുന്നു. പെൺകുട്ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ DSP ഗൗതമിനെയാണ് നിയമിച്ചത്. എന്നാൽ കോടതിയിലേക്ക് പോകുന്ന വഴിക്ക് എന്തോ അനർത്ഥം സംഭവിക്കുകയും ആ പെൺകുട്ടി മരിക്കുകയും ചെയ്തു. അതെന്താണെന്ന് നമ്മളെ പിന്നീട് കാണിക്കും. ആ സമയത്ത് അവിടേക്ക് ഭാസ്കറും ആനന്ദിയും രാഹുലും വരുന്നുണ്ട്. രാവിലെ പോലീസുകാരോട് പറഞ്ഞ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി കൊടുക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നിടക്ക് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് സംശയാസ്പദമായി നിങ്ങൾ വേറെന്തെങ്കിലും കണ്ടു എന്ന്. കുറച്ചു നേരം ആലോചിച്ചിട്ട് ഭാസ്കർ അവരോട് പറയുന്നുണ്ട് മെഴ്സി പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ അവളെ കണ്ടിരുന്നല്ലോ. അവളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇരുട്ടിൽ നിന്ന് ആരോ ഞങ്ങളെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അയാളുടെ മുഖം ഞാൻ നല്ലപോലെ കണ്ടില്ല. അതുകൂടി അയാൾ സ്റ്റേറ്റ്മെന്റിൽ എഴുതുന്നു. സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഭാസ്കർ വീട്ടിലേക്ക് തിരിച്ചെത്തി. ആനന്ദി തൊട്ടപ്പുറത്തുള്ള എസ്തറിനെ നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. രാഹുലിനെ ഉറക്കം കെടുത്തിയ ശേഷം വാതിൽ കുറ്റിയിട്ടിട്ട് ഭാസ്കർ തന്റെ വീട്ടിലെ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നു. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ ഫ്രിഡ്ജിനുള്ളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. കാണാതായ മേഴ്സിയുടെ ഡെഡ് ബോഡി ആ ഫ്രിഡ്ജിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഭാസ്കർ തന്റെ വൈഫ് ആനന്ദിയെ വിളിച്ചുകൊണ്ടുവന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതാണ്. ഉത്സവത്തിന്റെ അന്ന് രാത്രി തന്റെ ചെറുമകനെ വിളിച്ചുകൊണ്ടുവന്ന് മരുന്നും കൊടുത്ത് കിടത്തിയ ശേഷം ജാക്കി കുറിക്കുന്ന കാരണം ജാക്കിയെ ഉള്ളിലാക്കി കഥ കടിച്ച് മദ്യപിക്കാൻ ഇരിക്കുകയായിരുന്നു അയാൾ. എന്നാൽ അയാൾ മദ്യപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സോളമൻ വന്ന് അയാളെ വിളിക്കുന്നുണ്ട്. വാതിൽ തുറന്നതും അയാൾ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. സോളമൻ തന്റെ കയ്യില് മെഴ്സി എടുത്തുകൊണ്ടാണ് അവിടേക്ക് വന്നത്. സോളമൻ പുറത്തു നിന്നും വീട്ടിൽ തിരിച്ചെത്തിയപ്പോ കാണുന്നത് മെഴ്സി ഈ അവസ്ഥയിൽ കിടക്കുന്നതാണ്. അവളുടെ ശരീരത്തിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. ആരോ അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിരിക്കുന്നു. അവളുടെ ഉള്ളിൽ ചെറിയ ജീവൻ മാത്രമേ ഉള്ളൂ. അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ സോളമൻ ഭാസ്കറിനോട് പറയുന്നുണ്ട് നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യുന്നു. എന്നാൽ ബലാത്സംഗത്തിനിരയായ ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ നോക്കണമെങ്കിൽ ഒരു സ്ത്രീയെങ്കിലും കൂടെ വേണം. അല്ലാതെ അയാൾ നോക്കുന്നത് തെറ്റാണെന്ന് അയാൾക്കറിയാം. പക്ഷെ സോളമൻ നിർബന്ധിക്കുന്ന കാരണം അയാൾ ആ പെൺകുട്ടിക്ക് CPR കൊടുക്കുകയും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സോളമൻ ആകെ പേടിച്ചറിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇനി ഇവിടെ കിടത്തിക്കഴിഞ്ഞാൽ കുട്ടി മരിക്കുമെന്ന് ഉറപ്പായതോടുകൂടി ഭാസ്കർ പെട്ടെന്ന് മെഴ്സി എടുത്തുകൊണ്ട് പുറത്തേക്ക്
പുറത്തേക്ക് പോകാൻ തുടങ്ങി. പക്ഷെ അയാളുടെ കയ്യിൽ കിടന്നു തന്നെ മേഴ്സി മരിച്ചു. തന്റെ മകള് ഇങ്ങനെ ഒരു അവസ്ഥയിൽ മരണപ്പെട്ടത് കണ്ട് സഹിക്കാനാകാതെ സോളമൻ പുറത്തേക്ക് പോയി. പിന്നീട് കേൾക്കുന്നത് അയാളുടെ അലർച്ചയാണ്. ഭാസ്കർ പോയി നോക്കുമ്പോൾ കാണുന്നത് സോളമൻ താഴെ വീണ് കിടക്കുന്നതാണ്. മേഴ്സി മരിച്ച ദുഃഖത്തില് അയാൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നെടുത്ത് ചാടിയതായിരിക്കാം. ഭാസ്കർ പോയി നോക്കുമ്പോൾ അയാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാൾക്ക് പൾസ് ഇല്ലായിരുന്നു. അപ്പോഴേക്കും മാലതി ഹസ്ബൻഡും അവിടേക്ക് വരുന്നത് മനസ്സിലാക്കിയ ഭാസ്കർ പെട്ടെന്ന് മുകളിൽ തന്റെ വീട്ടിലേക്ക് കയറിപ്പോയി കഥ കടിച്ച് മേഴ്സിയുടെ ബോഡി അവിടെ നിന്ന് മാറ്റാൻ നോക്കുന്നു. അവളുടെ ശരീരത്തിൽ നിന്നും മറ്റേതോ ദ്രാവകത്തിന്റെ സ്മെൽ അയാൾക്ക് കിട്ടുന്നുണ്ട്. തൽക്കാലം അവളുടെ ബോഡി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അയാൾ തന്റെ കൈയെല്ലാം കഴുകി ഡ്രസ്സും മാറുന്നുണ്ട്. അപ്പോഴേക്കും മാലതി ഹസ്ബൻഡും സോളമനെ കണ്ടിട്ട് പേടിച്ചറിഞ്ഞ് വന്ന് ഭാസ്കറിനെ വിളിക്കുന്നു. ഭാസ്കർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ അഭിനയിച്ച് സോളമന്റെ അടുത്തേക്ക് പോകുന്നു. അയാൾ ഓൾറെഡി മരിച്ചു എന്ന് ഭാസ്കറിന് അറിയാം. പക്ഷെ ഇവരെ ഇവിടെ നിന്ന് തൽക്കാലം മാറ്റാൻ വേണ്ടിയിട്ട് ഭാസ്കർ അവരോട് പറയുന്നുണ്ട് ഇയാൾക്ക് പൾസ് കുറവാണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ അവർ രണ്ടുപേരും സോളമനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഇതെല്ലാം കേട്ട് അയാളുടെ വൈഫ് ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് മേഴ്സിയെ കണ്ടു എന്ന് പോലീസുകാരോട് എന്തിനാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു കള്ളം പറഞ്ഞതാണെന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഓൾറെഡി എസ്തർ മേഴ്സിയെ പള്ളിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞ ആ കള്ളം അങ്ങനെ സത്യമാവുകയും ചെയ്തു. നമുക്ക് ഈ കാര്യങ്ങൾ പോലീസിൽ അറിയിക്കാന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇപ്പൊ പോലീസിൽ അറിയിക്കാൻ പറ്റില്ല. കാരണം ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ ഡോക്ടർ നോക്കുമ്പോൾ പോലും നഴ്സ് അടുത്തുണ്ടാകണം, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അമ്മ അടുത്തുണ്ടാകണം. ഇതൊന്നും ഇല്ലാതെയാണ് ഞാൻ നോക്കിയത്. ഒന്നും അല്ലെങ്കിലും അവളുടെ അച്ഛനെങ്കിലും കൂടെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവൾക്ക് CPR കൊടുത്തത്. അവളുടെ ശരീരത്തിൽ എന്റെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. സത്യം അറിയാവുന്ന അവളുടെ അച്ഛൻ മരിച്ചു. ഇനി ഞാൻ സത്യം തുറന്നു പറഞ്ഞാലും പോലീസുകാർ അത് വിശ്വസിക്കില്ല. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ആ ക്യാഷ് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ചെറുമകന്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റൂ. പക്ഷെ ഈ ഒരു കേസ് വരികയാണെങ്കിൽ ആ കാശ് ഒരിക്കലും കിട്ടില്ല. കാലങ്ങൾ എടുക്കും ഞാൻ നിരപരാധിയാണെന്ന് തെളിയാൻ. അപ്പോഴേക്കും നമ്മുടെ ചെറുമകൻ ജീവനോടെ ഇരിക്കില്ല. അയാളുടെ വൈഫ് പേടിച്ചറിഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ എന്താ ചെയ്യുന്നത്, ആരോടെങ്കിലും പറയാമെന്ന് തന്നെ അവർ പറയുന്നു. എന്നാൽ അയാൾ പറയുന്നു ഓൾറെഡി മരിച്ചുപോയ മേഴ്സിയാണോ നിനക്ക് വലുത്, അതോ മരണം കാത്തു കിടക്കുന്ന നമ്മുടെ ചെറുമകനാണോ എന്ന്. ആ കുട്ടിയുടെ മൃതദേഹം കുറച്ച് ദിവസം കൂടി ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ക്യാഷ് കിട്ടിയ ശേഷം നമുക്ക് നമ്മുടെ ചെറുമകന്റെ ഓപ്പറേഷൻ നടത്താം. അതിനുശേഷം ഞാൻ തന്നെ പോലീസിൽ പോയി എല്ലാം തുറന്നു പറഞ്ഞുകൊള്ളാം. അയാളുടെ വൈഫ് ആകെ പേടിച്ചറിഞ്ഞ് നിൽക്കുകയാണ്. അതേസമയം മേഴ്സിയെ കാണാനില്ലാത്ത ദുഃഖത്തില് അവളുടെ പഴയ വീഡിയോസ് കാണുകയായിരുന്നു എസ്തർ. ആ ഒരു വീഡിയോയില് അവളുടെ പിറന്നാൾ ദിനത്തിന്റെ അന്ന് ഭാസ്കർ അവൾക്ക് സമ്മാനമായി ഒരു വാച്ച് കൊടുക്കുന്ന വീഡിയോയുമുണ്ട്. ആ വാച്ച് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കുന്നതായിരുന്നു. അതുപോലെയെന്ന് തനിക്കും വേണമെന്ന് രാഹുൽ നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു. അവന്റെ പിറന്നാളിനും അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഭാസ്കർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സ്റ്റേഷനിലായിരുന്ന ഗൗതമാകട്ടെ പോലീസുകാർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. മേഴ്സിയുടെ മിസ്സിംഗ് കേസിനെ പറ്റിയാണ് അവർ പറയുന്നത്. ഇതുവരെ നടന്ന മിസ്സിംഗ് കേസുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചാൻസിൽ കിട്ടുന്ന പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് പോലെയാണ് തോന്നുന്നത്. അതും 10നും 12നും വയസ്സിനിടയിലുള്ള പെൺകുട്ടികളെ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇയാൾ എന്തിനാണ് തട്ടിക്കൊണ്ടു പോകുന്നത്? 3 വർഷത്തിന് മുൻപ് ശുഭ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ് കാണാതായത്. അത് ചന്ദ്രന്റെ മകളായിരുന്നു. ഉത്സവപ്പറമ്പിൽ വെച്ചിട്ട് ഞാൻ പോയി കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയ പെൺകുട്ടിയാണ്. പിന്നീട് ആ പെൺകുട്ടി ആരും കണ്ടിട്ടില്ല. ആ പെൺകുട്ടിയുടെ വീടും സോളമന്റെ സഹോദരൻ വെങ്കട്ടിന്റെ വീടിന്റെ അടുത്താണ്. മറ്റൊരു ഉത്സവത്തിന്റെ അന്ന് പവിത്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതായി. അതും 10നും 12നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടി. ടോയ്ലറ്റിൽ പോകുന്ന വഴിക്കാണ് ആ പെൺകുട്ടി മിസ്സായത്. ആ പെൺകുട്ടിയുടെ വീട്ടിൽ റിനോവേഷൻ വർക്കിന് ഈ വെങ്കട്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. ഇപ്പോൾ മേഴ്സി ആകട്ടെ ചർച്ചിലേക്ക് പോകുന്ന വഴിക്ക് കാണാതായിരിക്കുന്നു. മേഴ്സി വെങ്കട്ടിന്റെ സഹോദരൻ സോളമന്റെ മകളും. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം തന്നെ വെങ്കട്ടുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസുകാരൻ പറയുന്നത്. ഉത്സവ സീസൺ തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം ചിലപ്പോൾ കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഇവരെ ആരും കാണാത്തത് കൊണ്ടായിരിക്കും എന്നാണ് പോലീസുകാർ പറയുന്നത്. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ഗൗതം പറയുന്നുണ്ട് അങ്ങനെയായിരിക്കാനുള്ള ചാൻസ് കുറവാണ്. ഉത്സവ സമയത്ത് മാത്രമല്ല ഇവിടെ ആൾക്കൂട്ടങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നത്. വേറെയും പല ഫംഗ്ഷനും ആൾക്കൂട്ടമുണ്ട്. അതിന്റെ ഇടയ്ക്ക് അയാൾക്ക് കുട്ടികളെ കടത്തിക്കൂടെ. പക്ഷെ ഉത്സവ സമയം അയാളെ തിരഞ്ഞെടുക്കാൻ കാരണം ആ സമയത്ത് മാത്രമാണ് ഗ്രാമത്തിലുള്ള എല്ലാവരും അമ്പലത്തിൽ കൂടുന്നത്. ആ ഗ്രാമപ്രദേശത്തൊന്നും തന്നെ അപ്പോൾ ആൾക്കാരുണ്ടാകില്ല. ആ ടൈമിൽ കുട്ടിയെ അവിടെ നിന്നും കടത്തി ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോകാൻ ഈസിയാണ്. അതുകൊണ്ടായിരിക്കും അയാൾ ഉത്സവ സമയം തന്നെ തിരഞ്ഞെടുക്കുന്നത്. ഗൗതമിന്റെ ഈ നിരീക്ഷണമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൻ അവിടെ അഭിപ്രായം പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നിന്റെ ജോലി ഡ്രൈവർ പണിയല്ലേ, നീ ഇവിടെ നിന്ന് പോയിക്കൊള്ളാനാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവനോട് പറയുന്നത്. അവൻ സങ്കടത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് വെങ്കട്ട് എവിടെ ഉണ്ടെന്ന് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു. അവരുടെ ഒരു വണ്ടി കേടായി കിടക്കുന്ന കാരണം വെങ്കട്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗൗതം വന്ന വണ്ടിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അവന് സന്തോഷത്തോടു കൂടി വണ്ടി എടുത്തു. വെങ്കട്ടിന്റെ ലൊക്കേഷൻ നോക്കി ഇവർ ഒരിടത്ത് എത്തുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ കാണുന്നത് വെങ്കട്ട് അവിടെ എന്തോ തീയിട്ടിട്ട് പോയിരിക്കുന്നതാണ്. അത് കത്തിക്കരിഞ്ഞ നിലയിൽ ഒന്നൊരു ഷർട്ടും ഒന്നൊരു പെൺകുട്ടിയുടെ ഇന്നർവിയറുമായിരുന്നു. അതെല്ലാം അവർ എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്തു. അതേസമയം ഇവിടെ എസ്തർ ആകട്ടെ ഭാസ്കറിനോട് ചോദിക്കുന്നുണ്ട് അന്ന് മേഴ്സിയെ കണ്ട സമയത്ത് ആരോ നിങ്ങളെ നോക്കി നിൽക്കുന്നതായിട്ട് പോലീസുകാരോട് മൊഴി കൊടുത്തില്ലേ, അത് ആരാണെന്ന് അറിയാമോ എന്ന്. പക്ഷെ അതെല്ലാം തന്നെ ഭാസ്കർ വെറുതെ പറഞ്ഞതായിരുന്നു. താൻ അയാളുടെ മുഖം കണ്ടില്ല എന്ന് തൽക്കാലം അയാൾ എസ്തറിനോട് പറയുന്നു. ആനന്ദി ആകട്ടെ എസ്തറിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്. ആ സമയത്ത് പോലീസുകാർ അവിടേക്ക് വരികയും എസ്തറിനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. അവർ കണ്ടെടുത്ത ഡ്രസ്സിന്റെ ഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ അവൾക്ക് കൊടുക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ആ ഇന്നർവെയർ തന്റെ മകൾ മേഴ്സിയുടേതാണെന്ന്. അതോടുകൂടി പോലീസുകാർ ഉറപ്പിക്കുന്നു വെങ്കട്ട് തന്നെയാണ് മേഴ്സിയെ കടത്തിക്കൊണ്ടു പോയതെന്ന്. ഓരോന്നാലോചിച്ച് ഭാസ്കർ പുറത്തു നിൽക്കുമ്പോൾ ജാക്കി വല്ലാതെ കുരയ്ക്കുന്നുണ്ട്. ജാക്കി നോക്കി നിൽക്കുന്ന ഭാഗത്തേക്ക് ഭാസ്കർ നോക്കുമ്പോൾ ആ തോട്ടത്തിന്റെ ഇടയിൽ ആരോ ഇവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
എന്നാൽ അയാളുടെ ഫേസ് കാണാൻ വയ്യ. കുറച്ചുനേരം നോക്കി നിന്ന ശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതേസമയം പോലീസുകാര് വെങ്കട്ടിനെ ട്രേസ് ചെയ്ത് കൈയോടെ പിടിക്കുന്നു. അവിടെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഭാസ്കർ രാവിലെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നതാണ്. സ്മെല്ല് വല്ലതും വരുന്നുണ്ടോ എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് ഭാസ്കർ പറയുന്നു. അവർ നല്ല പേടിച്ചു പറിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഭാസ്കറിന് ഒരാളുടെ കോള് വരുന്നത്. റിട്ടയർമെന്റ് ക്യാഷ് കുറച്ചുകൂടി നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി സംസാരിക്കാനാണ് അയാൾ ഭാസ്കറിനെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ആനന്ദിക്ക് അവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. ബോഡി ഫ്രിഡ്ജിനുള്ളിൽ ഇരിക്കുന്ന കാരണം ഭാസ്കറിനോട് ഇപ്പോൾ പോകണ്ടെന്ന് അവർ പറയുന്നു. എന്നാൽ ചെറുമകന്റെ ഓപ്പറേഷന് സംഘടിപ്പിക്കേണ്ട ക്യാഷിന്റെ കാര്യമാണ്, അതുകൊണ്ട് തനിക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞിട്ട് ഭാസ്കർ പുറത്തേക്ക് ഇറങ്ങുന്നു. ജനലുകളും വാതിലുകളും എല്ലാം അടച്ചിടാനാണ് ഭാസ്കർ അവരോട് പറയുന്നത്. എന്നാൽ അവിടെ ഇരിക്കും തോറും ആനന്ദിക്ക് വല്ലാതെ പേടിയാകാൻ തുടങ്ങി. അവർ ജനലും വാതിലും എല്ലാം തുറന്നിടുന്നു. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ കാറ്റടിച്ച് ജനലും വാതിലും ഒക്കെ അടയാൻ തുടങ്ങിയതോടുകൂടി അവർ പേടിച്ച് അത് അടച്ചിടുന്നു വീണ്ടും. പിന്നെയും കുറെ നേരം കഴിഞ്ഞപ്പോൾ ആരോ വാതിലിന് മുട്ടുന്നു. പേടിയോടുകൂടിയാണ് അവർ പോയി വാതിൽ തുറക്കുന്നത്. അത് പള്ളിയിലെ പാസ്റ്റർ ആയിരുന്നു. 3 വർഷം മുമ്പ് കാണാതായ ശുഭ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായിട്ടാണ് ആ പാസ്റ്റർ ഇവിടേക്ക് വന്നത്. അവർ ആനന്ദിയോട് ചോദിക്കുന്നുണ്ട്, മേഴ്സിയെ കാണാതായ ദിവസം ഭാസ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇരുട്ടിൽ നിന്ന് ആരോ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്ന്. ആ ആളുടെ മുഖം ഭാസ്കർ കണ്ടിരുന്നു എന്ന് ഇവര് ചോദിക്കുന്നു. കാരണം അതാ കിഡ്നാപ്പർ ആണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ മകളെയും തട്ടിക്കൊണ്ടുപോയത് ചിലപ്പോൾ അയാളെ തന്നെയായിരിക്കും. അവരെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ഇല്ല. അതാരാണെന്ന് കണ്ടെത്താൻ സാധിച്ചാൽ ചിലപ്പോൾ തങ്ങളുടെ മകളെയും തിരിച്ചു കിട്ടുമെന്നാണ് ഇവര് പറയുന്നത്. അതേസമയം ക്യാഷിന്റെ കാര്യവും സംസാരിച്ചിട്ട് ഭാസ്കർ ഒരു കടയിൽ കയറി തറ ക്ലീൻ ആക്കുന്ന ലിക്വിഡ് വാങ്ങിക്കുകയാണ്. അതേസമയം DSPയുടെ വീട്ടിലെ ഒരു ആവശ്യവുമായിട്ട് അതേ കടയിലേക്ക് ഗൗതമും വരുന്നു. കടക്കാരനാകട്ടെ ഭാസ്കറിനോട് പറയുന്നുണ്ട്, ഇതിലും വീര്യം കൂടിയ ലിക്വിഡ് ഒന്നും ഇവിടെ ഇല്ല എന്ന്. നായുള്ള വീട്ടില് തറ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വീര്യം കൂടി ലിക്വിഡിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് കടക്കാരൻ ചോദിക്കുന്നത് ഗൗതം ശ്രദ്ധിക്കുന്നുണ്ട്. ഗൗതമിനെ കണ്ടതും ഭാസ്കർ പെട്ടെന്ന് ആ ലിക്വിഡും വാങ്ങി അവിടെ നിന്നും പോകുന്നു. വീട്ടിലെത്തി കഴിയുമ്പോൾ ആ പാസ്റ്ററും ചന്ദ്രന്റെ കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. ഭാസ്കർ അവരോട് പറയുന്നുണ്ട്, ഞാൻ ആ ആളുടെ മുഖം ഇരുട്ടത്ത് കണ്ടില്ല എന്ന്. അതെല്ലാം ഭാസ്കർ വെറുതെ ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ. ഓൾറെഡി തന്നെ ചെറുമകന്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് തങ്ങൾ ഒരുപാട് ടെൻഷനിലാണ്. ഇതിന്റെ പേരിൽ തങ്ങളിനെ ശല്യപ്പെടുത്തരുതെന്നും ഭാസ്കർ പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും പോയി. അവര് പോയതും ഭാസ്കർ ആനന്ദിയെ വഴക്ക് പറയുന്നു. വീടിനുള്ളിൽ ഒരു ഡെഡ് ബോഡി ഇരിക്കുമ്പോൾ നീ എന്തിനെ അവരെ ഉള്ളിലേക്ക് വിളിച്ചിരുത്തി സംസാരിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആനന്ദി പറയുന്നുണ്ട്, ഓൾറെഡി ഞാൻ പേടിച്ചിരുന്നതാ, അവര് വന്നപ്പോ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നിയെന്ന്. എത്ര നാൾ ഈ ബോഡി ഇങ്ങനെ വെക്കണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ കാശ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇയാളുടനെ ചെറുമകന്റെ ഓപ്പറേഷൻ നടത്തിയിട്ട് താൻ പോയി പോലീസിൽ കീഴടങ്ങുമെന്ന്. ഇവിടെ സോളമന്റെ സഹോദരൻ വെങ്കട്ടിനെ പോലീസുകാരെ കൈയോടെ പിടിച്ചില്ലേ? അയാളെ ചോദ്യം ചെയ്യുകയാണ്. നിന്റെ പേര് വെങ്കട്ടെന്നും നിന്റെ അനിയന്റെ പേര് സോളമൻ എന്നും. അതെങ്ങനെ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത മതക്കാരായതെന്ന് ചോദിക്കുമ്പോൾ വെങ്കട്ട് പറയുന്നുണ്ട്, സോളമനും ആദ്യം ഹിന്ദുവായിരുന്നു, പിന്നീട് അവൻ പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് പോയി പതിയെ മതം മാറി. അതിനുശേഷം എസ്തറിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഞങ്ങളുടെ മതവും വേണ്ട, ഞങ്ങളുടെ കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ സ്വത്തിന്റെ കാര്യം വന്നപ്പോ സ്വത്ത് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അവനും കൂടി അവകാശപ്പെട്ട കുടുംബ വീട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെങ്കട്ട് ശ്രമിക്കുകയായിരുന്നു. അതിന്റെ പേരിൽ സോളമനുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദം ചെയ്യുകയാണ്. ആ പൂജ ചെയ്യാൻ ആവശ്യമായിട്ട് ചില സാധനങ്ങൾ വേണമായിരുന്നു. അങ്ങനെ വെങ്കട്ട് രഹസ്യമായിട്ട് പോയിട്ട് സോളമന്റെ വീട്ടിൽ നിന്ന് അവര് കഴുകിയിട്ടിരുന്ന കുറച്ച് ഡ്രസ്സുകൾ എടുക്കുന്നു. അതിൽ മേഴ്സിയുടെ ഇന്നർ വെയറും ഉണ്ടായിരുന്നു. അതാണ് ഇയാൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് കാടിനുള്ളിലിട്ട് കത്തിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ താൻ മേഴ്സിയെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്നും അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്നും അയാൾ പറയുന്നു. അയാളെ ചോദ്യം ചെയ്തതോടുകൂടി പോലീസുകാർക്ക് മനസ്സിലായി അയാൾക്ക് ഇതുമായിട്ടൊരു പങ്കുമില്ലാന്ന്. കാരണം മേഴ്സിയെ കാണാതായ ദിവസം അയാൾ ഈ നാട്ടിലില്ലായിരുന്നു. അയാൾ മറ്റൊരിടത്ത് ജോലിക്ക് പോയിരുന്നതാണെന്ന് അവർക്ക് തെളിവ് കിട്ടി. മേഴ്സിയുടെ ബോഡി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറ്റബോധം കാരണം ഭാസ്കറും ആനന്ദിയും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഗൗതമനോട് അയാളുടെ മകൾ കയലാകട്ടെ നിർബന്ധപൂർവ്വം പറയുന്നുണ്ട്, മേഴ്സി എങ്ങനെയെങ്കിലും കണ്ടെത്താൻ. ഞാൻ എന്റെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞിരിക്കുന്നത് അച്ഛൻ മേഴ്സി അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നാണ്. ചന്ദ്രനാകട്ടെ എസ്തറിനോട് വന്ന് പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ഞങ്ങളുടെ മകളുടെ കേസും പോലീസുകാർ ഇങ്ങനെയാ കണ്ടിരുന്നത്. അവരത് സീരിയസ് ആയിട്ട് എടുത്തില്ല. മേഴ്സിയുടെ കാര്യം അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. സ്റ്റേഷനിൽ പോയി അവരോട് അന്വേഷിക്കാൻ പറ. അത് കേട്ടിട്ട് എസ്തർ വീണ്ടും സ്റ്റേഷനിലേക്ക് പോയി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ കണ്ടിട്ട് ഗൗതമനും സങ്കടം തോന്നുന്നു. ഇവിടെ ബോഡി ഫ്രിഡ്ജിനുള്ളിലിരിക്കുന്ന കാരണം ആനന്ദി എപ്പോഴും റൂമിന് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. അതിന് ഭാസ്കർ അവരെ വഴക്ക് പറയുന്നുണ്ട്. ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത് അയൽവക്കത്തുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ബോധം കെട്ട് വീഴുന്നു. അവന് ഇടയ്ക്കിടയ്ക്ക് പതിവുള്ളതാണ്. അവന്റെ സർജറി എത്രയും പെട്ടെന്ന് ചെയ്തെങ്കിലേ പറ്റൂ. അവന് വേണ്ടിയിട്ട് ഭാസ്കറിന്റെ കൂടെ നിൽക്കുകയായിരുന്നു ആനന്ദിയും. എസ്തറിനെ കാണാൻ അവളുടെ അച്ഛനും അമ്മയും വരുന്നു. എന്നാൽ അവർക്കും എസ്തറിനും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് കാരണം എസ്തർ ആകട്ടെ അവരോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. കുടിയനായ സോളമനെ കൊണ്ട് മനഃപൂർവ്വമാണ് എസ്തറിന്റെ അമ്മയച്ഛനും അവളെ വിവാഹം കഴിപ്പിച്ചതെന്ന് ഇവരുടെ വഴക്കിനിടയിൽ നമുക്ക് മനസ്സിലാക്കാം. ഗൗതം ഒരു ദിവസം കയലിന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ നേരത്ത് ഗൗതമിന്റെ വൈഫാകട്ടെ കയലിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പെൻസിൽ എന്തിനാ നീ ഇങ്ങനെ കടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഞാൻ പെൻസിൽ കടിക്കാറില്ല, അത് മേഴ്സിയുടെ പെൻസിലാ, അവളായിരുന്നു സ്ഥിരമായിട്ട് പെൻസിൽ കടിക്കുന്നതെന്നാണ് കയല് പറയുന്നത്. മേഴ്സിയെ പറ്റി പറയുമ്പോഴെല്ലാം തന്നെ ഗൗതമിന് വിഷമം തോന്നും. അതിനിടയ്ക്ക് ഭാസ്കറിന് ഒരു കോള് വരുന്നു. അയാളുടെ റിട്ടയർമെന്റ് കാശ് 3 ദിവസത്തിനുള്ളിൽ ശരിയാകുമെന്ന് പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ ആനന്ദിക്കും കുറച്ച് ആശ്വാസം തോന്നി. പക്ഷേ അപ്പോഴേക്കും അടുത്ത പ്രശ്നം വരികയാണ്. ഫ്രിഡ്ജിനുള്ളിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നു. അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ
നോക്കുമ്പോൾ ഫ്രിഡ്ജ് കേടായിരിക്കുന്നു. അതിന് ശരിയാക്കാതെ നിവർത്തിയില്ല, അല്ലെങ്കിൽ ബോഡിയുടെ സ്മെല്ല് പുറത്തേക്ക് വരാൻ തുടങ്ങും. മെക്കാനിക്കിനെ വിളിക്കുമ്പോൾ അയാൾ വേറൊരു വഴിക്ക് പോവുകയാണ്. അത് കാരണം ഇപ്പൊ പെട്ടെന്ന് വന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറയുന്നു. 5 മിനിറ്റിനുള്ളിൽ അയാൾ വരുമെന്ന് പറഞ്ഞതോടുകൂടി ഇവരാകെ പേടിക്കാൻ തുടങ്ങി. ബോഡി എത്രയും പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് മാറ്റിയെങ്കിൽ പറ്റൂ. എന്തായാലും മെക്കാനിക്ക് വന്നപ്പോഴേക്കും ബോഡി അവർ എങ്ങോട്ടേക്കോ മാറ്റി. എന്നിട്ട് ഫ്രിഡ്ജ് വാതിലിനടുത്തേക്ക് തന്നെ തള്ളി നീക്കി വെക്കുന്നു. മെക്കാനിക്കിന് അകത്തോട്ട് കയറി പണിയെടുക്കേണ്ട ആവശ്യം അവർ തന്നെ മനഃപൂർവ്വം ഇല്ലാതാക്കിയായിരുന്നു. മെക്കാനിക്ക് വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടയ്ക്ക് അയാളാകട്ടെ ഭാസ്കറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അവിടത്തേക്ക് ഫ്രിഡ്ജ് ഒന്നും വേണ്ടേന്ന്. ഇപ്പൊ തൽക്കാലം നോക്കുന്നില്ല, പതിയെ ഞാൻ വാങ്ങിക്കൊള്ളാമെന്ന് പറയുന്നു. എന്നിട്ട് അയാൾ ധൃതി കൂട്ടുന്നുണ്ട് പെട്ടെന്ന് പണി തീർക്കാൻ. എന്നാൽ ഇതിന് ഗ്യാസ് കുറവാണ്, കുറച്ച് ദിവസമായിട്ട് എന്തെങ്കിലും ഓവർലോഡ് വെക്കുന്നുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഇല്ലാന്ന് ഭാസ്കർ കള്ളം പറയുന്നു. 2 സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അയാൾ ഭാസ്കറിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ആനന്ദി പേടിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് എസ്തർ കരഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നത്. മേഴ്സിയെ കുറിച്ച് ഇതുവരെയും ഒരു വിവരമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അവള് നേരെ വന്നിരിക്കുന്നത് അടുക്കളവാതിലിന്റെ അടുത്താണ്. എന്നാൽ ആനന്ദിയാകട്ടെ അവളെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അവിടെ നിന്നും ഹാളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എസ്തർ അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മുകളിൽ നിന്നും ഒരു തുള്ളി വെള്ളമിറ്റ് എസ്തറിന്റെ ഡ്രസ്സിലേക്ക് വീഴുന്നു. ഇത് ആനന്ദി കാണുന്നുണ്ട്. പക്ഷെ എസ്തർ അത് ശ്രദ്ധിച്ചില്ല. ആ വെള്ളം അവിടെ വരാൻ കാരണം ഫ്രിഡ്ജിൽ നിന്നും എടുത്ത മേഴ്സിയുടെ ബോഡി അവർ കിച്ചന്റെ സ്ലാബിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. മേഴ്സിയുടെ കാലിൽ നിന്നുമാണ് എസ്തറിന്റെ ശരീരത്തിലേക്ക് വെള്ളം വീണത്. അടുത്ത തുള്ളി വെള്ളം വീഴുന്നതിന് മുമ്പ് എസ്തറിനെ എങ്ങനെയൊക്കെയോ ആനന്ദി അവിടെ നിന്നും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അപ്പോഴേക്കും ഭാസ്കറും മെക്കാനിക്കും വന്നു. ഭാസ്കർ ഒരു വിധത്തിൽ എസ്തറിനെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും വിടുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ ഫ്രിഡ്ജ് ശരിയാക്കിയ ശേഷം മെക്കാനിക്കോ അവിടെ നിന്നും പോയി. ഒരു നിമിഷം ആ വെള്ളം ഒന്നുകൂടി എസ്തറിന്റെ ശരീരത്തിൽ വീണിരുന്നെങ്കിൽ അവൾ ആ കുട്ടിയുടെ ബോഡി കണ്ടേനെന്ന് പറഞ്ഞിട്ട് ആനന്ദ് പേടിച്ചിരിക്കുകയാണ്. ഭാസ്കർ ഒരു വിധത്തിൽ അവരെ സമാധാനിപ്പിച്ച് ഫ്രിഡ്ജ് വീണ്ടും പഴയയിടത്തേക്ക് നീക്കിവെച്ച് എസ്തറിന്റെ ബോഡി അതിലേക്ക് തിരിച്ചു വെക്കുന്നു. ഗൗതമിന്റെ സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ അനീമിക്കായിട്ട് തലകറങ്ങി വീഴുന്നുണ്ട്. അയാളെ കൊണ്ട് ഗൗതം ഹോസ്പിറ്റലിൽ വന്നതാണ്. അയാൾക്ക് ഒരു കുപ്പി ബ്ലഡ് കയറ്റിയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ബ്ലഡ് ബാങ്കിൽ പോയി അന്വേഷിക്കാൻ ഗൗതമിനോട് നഴ്സ് പറയുന്നു. അങ്ങനെ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പിനനുസരിച്ചുള്ള ഒരാളെ അവിടുത്തെ രജിസ്റ്ററിൽ നിന്നും നോക്കിയെടുത്ത് ഗൗതമ വിളിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്കാണ് ഗൗതം ആ രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്ന ഒരു പേര് കാണുന്നത്. അത് ഭാസ്കറിന്റെ പേരായിരുന്നു. അയാള് കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ആ ദിവസം നോട്ട് ചെയ്തതോടുകൂടി ഗൗതമിന് ഒരു ഡൗട്ട് തോന്നുന്നു. ഒരാൾ മദ്യപിച്ചതിന് ശേഷം ബ്ലഡ് കൊടുക്കാൻ പറ്റുമെന്ന് ഗൗതം നഴ്സിനോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് 24 മണിക്കൂർ നേരത്തേക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന്. അതോടെ ഗൗതമിന്റെ ഡൗട്ട് കൂടിക്കൂടി വന്നു. കാരണം മേഴ്സിയെ കാണാതായ രാത്രിയില് താൻ മദ്യപിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിയെന്നാണ് ഭാസ്കർ പോലീസിന് മൊഴി കൊടുത്തത്. പിറ്റേന്ന് പോലീസുകാർ രാവിലെ വന്ന സമയത്ത് മകനെയും കൊണ്ട് അയാൾ ഹോസ്പിറ്റലിൽ വന്നിരുന്നല്ലോ. ആ ടൈമില് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ബ്ലഡ് വേണമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് അയാൾ ഇവിടെ ബ്ലഡ് കൊടുത്തു. അതായിരുന്നു ഇടയ്ക്ക് അയാൾ രജിസ്റ്ററിൽ എഴുതുന്നത് കാണിച്ചത്. സ്ത്രീയിൽ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ രാവിലെ വന്ന് അയാൾ ഇവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു ഫാർമസിസ്റ്റ് കൂടിയായ അയാൾക്ക് ഇത് നല്ല പോലെ അറിയാം. അപ്പോ അയാൾ തലേന്ന് പറഞ്ഞത് കള്ളമാണ്. അയാൾ മദ്യപിച്ചിട്ടില്ല. ഡൗട്ട് തോന്നിയ ഗൗതം നേരെ ഭാസ്കറിന്റെ വീട്ടിലെത്തുന്നു. ഭാസ്കറിനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നു. ചോദ്യം ചെയ്യൽ കേട്ടിട്ട് ആനന്ദിയും പേടിച്ചരണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ കൂടുതൽ എന്തെങ്കിലും ഗൗതം ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്നിരുന്ന രാഹുൽ ആകട്ടെ തലകറങ്ങി വീഴുന്നു. അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡിൽ പിടിച്ചായിരുന്നു നിന്നിരുന്നത്. അവൻ വീഴുന്നതിന്റെ കൂട്ടത്തിൽ ആ സ്റ്റാൻഡും താഴേക്ക് വീണു. ആ ഒരു ഷോക്കിൽ എല്ലാരും പെട്ടെന്ന് രാഹുലിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയാണ്. പക്ഷെ ആ സമയത്ത് ഗൗതമിന്റെ ശ്രദ്ധ ആ സ്റ്റാൻഡിന്റെ അടിയിലേക്കാണ് പോകുന്നത്. അവിടെ രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. മേഴ്സിയുടെ ശരീരത്തിൽ നിന്ന് വീണ രക്തം ഭാസ്കർ അവിടെ നിന്നും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ക്ലീൻ ആക്കുന്നതിനിടെ മോപ്പ് തട്ടിയിട്ട് അതിൽ നിന്നും രക്തക്കറ ആ സ്റ്റാൻഡിന്റെ അടിയിൽ പിടിച്ചിരിക്കുന്നത് ഭാസ്കർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അയാൾ ആ കടയിൽ നിന്ന് വാങ്ങിയ വീര്യം കൂടിയ ലിക്വിഡ്സും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഗൗതമിന്റെ മനസ്സിലൂടെ പോകുന്നതോടെ മേഴ്സിയുടെ കാണാതാകലുമായിട്ട് ഭാസ്കറിന് എന്തൊക്കെയോ ബന്ധമുള്ള പോലെ ഗൗതമിന് തോന്നി. അവിടെയാണ് 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കൊഴിഞ്ഞു വീണ രാഹുലിനെയും കൂട്ടി ഭാസ്കറും ആനന്ദിയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. 24 മണിക്കൂറിനുള്ളിൽ രാഹുലിന്റെ ഓപ്പറേഷൻ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഭാസ്കറിന് കാശ് കിട്ടാൻ ഇനിയും 3 ദിവസം എടുക്കും. 24 മണിക്കൂറിനുള്ളിൽ അയാൾ എങ്ങനെ കാശൊപ്പിക്കുന്നുള്ള ചിന്തയിലായിരുന്നു. പലരോടും അയാൾ കാശ് കടം ചോദിക്കുന്നുണ്ട്. റിട്ടയർഡ് ആയ വ്യക്തിക്ക് ആരും കാശ് കൊടുക്കാൻ തയ്യാറായില്ല. ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചർ രഘുവിനോട് ചോദിക്കുമ്പോഴും അയാൾ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഇത്രയും കാശൊന്നുമില്ല, പക്ഷെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശരിയാക്കി വെച്ചിരുന്ന കുറച്ച് കാശുണ്ട്, അത് വേണേ തരാമെന്ന്. എന്നാൽ അതൊന്നും തന്നെ ഭാസ്കറിന് തികയില്ലായിരുന്നു. ഇവിടെ ഗൗതമാകട്ടെ തന്റെ മനസ്സിലെ ഡൗട്ടുകളെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ DSPയുടെ കുടുംബത്തിനെയും കൊണ്ട് പലയിടങ്ങളിൽ ഇയാൾ കറങ്ങാനും വരുന്നുണ്ട്. അത് കാരണം മേഴ്സിയുടെ കേസ് അന്വേഷിക്കാൻ തന്നെ ഗൗതമിന് സമയം കിട്ടുന്നില്ല. പോലീസുകാര് ചന്ദ്രനെ കാണാൻ വരുന്നുണ്ട്. അയാൾ ഒരു ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. ചന്ദ്രൻ പറഞ്ഞിട്ടാണല്ലോ എസ്തർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. തന്റെ മകളുടെ കേസ് അന്വേഷിക്കാത്ത പോലെ മേഴ്സിയുടെ കേസും പോലീസുകാർ വെറുതെ വിടുമെന്ന് വിചാരിച്ചിട്ട് ചന്ദ്രൻ അങ്ങനെ പറഞ്ഞത്. ഓൾറെഡി എസ്തർ ഒരുപാട് സങ്കടത്തില. നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കാൻ നിൽക്കണ്ടെന്ന്. അതുമല്ല നിങ്ങളുടെ മകളുടെ കേസ് വേറെയാണ്, ഈ പെൺകുട്ടിയുടെ കാണാതാകലിന്റെ കേസ് വേറെയാണ്. രണ്ടും കൂടെ കൂട്ടിക്കൊഴിക്കേണ്ടെന്നും പോലീസുകാർ പറയുന്നു. അന്ന് വീട്ടിലെത്തിയ ഗൗതമിനോട് കയ്യിൽ ചോദിക്കുന്നുണ്ട് മേഴ്സിയെ കണ്ടുപിടിച്ചോ എന്ന്. ഇനിയും തന്റെ മകളോട് സത്യങ്ങൾ മറച്ചു വെക്കേണ്ടെന്ന് കരുതിയിട്ട് ഗൗതം എല്ലാ സത്യങ്ങളും കയലിനോട് തുറന്നു പറയുന്നു. പോലീസാണെന്ന പേര് മാത്രമേ ഉള്ളൂ. DSPയുടെ ഡ്രൈവർ മാത്രമാണ് ഞാൻ. അയാൾ പറയുന്ന എന്ത് ജോലിയും ചെയ്യണം, വീട്ടുജോലികൾ ഉൾപ്പെടെ ഞാൻ ചെയ്യാറുണ്ട്. എന്നാൽ കയലിന് അതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. ആനന്ദ് രാഹുലിന്റെ കൂടെ ഹോസ്പിറ്റലിലാണ്. വീട്ടിൽ വന്ന് കാശിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭാസ്കർ. ആ സമയത്ത്
അയാൾക്കൊരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കോള് വരുന്നു. ഏതോ ആപ്പ് ഉപയോഗിച്ചായിരുന്നു മറുപുറത്ത് നിന്ന് ആള് സംസാരിച്ചുകൊണ്ടിരുന്നത്. മേഴ്സിയുടെ ബോഡി നീ നിന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ചെറുമകന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നിനക്ക് കാശ് വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് അയാൾ പറയുന്നു. ആദ്യം നിനക്ക് ഞാനൊരു അഡ്വാൻസ് തരും. അത് കിട്ടിക്കഴിയുമ്പോൾ നീ മേഴ്സിയുടെ ബോഡി എടുത്തുകൊണ്ട് പോയി പറയുന്ന സ്ഥലത്ത് വെച്ച് തീയടിച്ച് കളയണം. അത് കഴിഞ്ഞ് നീ തിരിച്ചെത്തുമ്പോഴേക്കും ബാക്കി കാശും കിട്ടും. ഇതെല്ലാം കേട്ട് ഭാസ്കർ വല്ലാതെ പേടിക്കാൻ തുടങ്ങി. മേഴ്സിയെ റേപ്പ് ചെയ്ത വ്യക്തി തന്നെയാണ് ഈ സംസാരിക്കുന്നത്. ഈ ബോഡി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തന്നെ അയാൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആ സമയത്ത് അയാളുടെ വാതിലേക്ക് എന്തോ വന്ന് വീഴുന്ന സൗണ്ട് കേട്ടിട്ട് ഭാസ്കർ തുറന്നു നോക്കുമ്പോൾ അത് ഒരു കെട്ട് പണമായിരുന്നു. അഡ്വാൻസ് കിട്ടിയിരിക്കുന്നു. ഇനി അയാൾ പറഞ്ഞ പോലെ ആ ബോഡി ദഹിപ്പിച്ച് കളയുകയാണെങ്കിൽ ബാക്കി കാശ് കിട്ടും. ബോഡി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാ. അത് കാരണം അയാൾ ആദ്യം എസ്തർ എന്ത് ചെയ്യുകയാണെന്ന് നോക്കുന്നു. എസ്തർ ആഹാരം പോലും കഴിക്കാതെ അവിടെ കിടക്കുകയായിരുന്നു. അവളുടെ അവസ്ഥ കണ്ടിട്ട് അയാൾ പറയുന്നുണ്ട് നിനക്ക് ഞാൻ ഗ്ലൂക്കോസ് കൊണ്ടുവരാമെന്ന്. അതിൽ അയാൾ ഉറക്ക ഗുളിക കൂടി ചേർത്തിട്ടാണ് അവൾക്ക് കൊണ്ടു കൊടുക്കുന്നത്. അവളത് മുഴുവൻ കുടിച്ചെന്ന് ഉറപ്പാക്കിയിട്ട് അവൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് അയാൾ വെയിറ്റ് ചെയ്ത് തന്റെ റൂമിൽ വന്നിരിക്കുന്നു. പക്ഷെ അയാൾ നോക്കുമ്പോൾ കാണുന്നത് അവൾ അവിടെ നിന്നും വീണ്ടും താഴേക്ക് ഇറങ്ങി പോകുന്നതും നടുമുറ്റത്ത് നിന്ന് തല ഇറങ്ങി വീഴുന്നതുമാണ്. ഇത് കണ്ട് പേടിച്ച് അയാൾ അവിടേക്ക് ഓടിച്ചെല്ലുന്നു. താഴെ താമസിച്ചിരുന്ന മാലതിയും ഹസ്ബൻഡും എല്ലാം അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് എസ്തറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. കുറെ ദിവസങ്ങളായിട്ട് അവൾ ആഹാരമൊന്നും കഴിക്കാത്ത കാരണം ക്ഷീണം കൊണ്ട് വീണതാകാന്ന് കരുതി ട്രിപ്പൊക്കെ ഇട്ട് അവിടെ കിടത്തിയിരിക്കുകയാണ്. മാലതിയുടെ ഹസ്ബൻഡിനോടും എസ്തറിന്റെ കൂടെ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് ഭാസ്കർ നേരെ പോകുന്നത് കാറ് റെന്റിന് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് ഒരു കാറും എടുത്തുകൊണ്ടുവന്ന് ഇയാൾ ഒരു സ്ഥലത്ത് നിർത്തിയിടുന്നുണ്ട്. അതിനുശേഷം റൂമിലെത്തി മേഴ്സിയുടെ ബോഡി ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഒരു സ്യൂട്ട് കേസിലാക്കുന്നു. അത് തന്റെ സ്കൂട്ടിയിൽ വെച്ചുകൊണ്ട് കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക് അയാൾ പോവുകയാണ്. പക്ഷേ വഴിയിൽ വെച്ചിട്ട് രഘു അയാളെ പിടിച്ചു നിർത്തുന്നുണ്ട്. താനും ടൗണിലേക്കുള്ള റോഡിന്റെ അടുത്ത് വരെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് പരമാവധി ഭാസ്കർ അയാളെ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. എന്താ സ്യൂട്ട് കേസിലെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഹോസ്പിറ്റലിലാണ്, ആനന്ദിയുടെ രാഹുലിന്റെ ഡ്രസ്സുകളും മറ്റുമാണെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് മേഴ്സിയുടെ കയ്യിലുണ്ടായിരുന്ന വാച്ചിൽ നിന്നും സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഇത് കേട്ട് രഘു പറയുന്നുണ്ട് വണ്ടി നിർത്ത്, ഞാനൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അയാൾ ചുറ്റും നോക്കുന്നുണ്ട്. സൗണ്ട് വീണ്ടും കേൾക്കുന്നു. ഇത് മേഴ്സിയുടെ കയ്യിലെ വാച്ചിൽ നിന്നാണെന്ന് രഘു പറയുന്നുണ്ട്. അവൾ ട്യൂഷന് വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഞാൻ കേൾക്കാറുണ്ട്. ഒരു ഇടവേളകളിൽ ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സൗണ്ട് എവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ രഘു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ഭാസ്കർ ആകെ ടെൻഷനിലായി. വീണ്ടും അവൻ സൗണ്ട് കേട്ടിട്ട് സ്യൂട്ട് കേസിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഒടുവിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഭാസ്കർ പറയുന്നുണ്ട് ഈ സ്യൂട്ട് കേസിൽ നിന്നാണോ സൗണ്ട് കേൾക്കുന്നതെന്ന് നീ ഒന്ന് നോക്കിക്കേന്ന്. അങ്ങനെ രഘു നോക്കാൻ ചെല്ലുമ്പോഴേക്കും അതിൽ നിന്ന് തന്നെയാണ് സൗണ്ട് കേൾക്കുന്നത്. ഭാസ്കർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് രാഹുലിന്റെ വാച്ചാണെന്ന്. മേഴ്സിക്കും രാഹുലിനും ഞാൻ ഒരുപോലെയുള്ള വാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് രാഹുൽ നിർബന്ധം പിടിച്ചു അവന്റെ വാച്ച് കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് അതും എടുത്തിട്ട് പോകുന്നത്. അത് കേട്ടപ്പോ രഘുവും വിശ്വസിച്ചു. അങ്ങനെ രഘുവിനെ ഇറക്കേണ്ടടുത്ത് ഇറക്കിയിട്ട് ഭാസ്കർ വീണ്ടും മുന്നോട്ട് പോകുന്നത് ഗൗതം കാണുന്നുണ്ട്. അയാൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഗൗതം ആകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ചില ടൂൾസ് എടുത്തുകൊണ്ട് ഭാസ്കറിന്റെ വീട്ടിലേക്ക് വരുന്നു. ഒരു കൂട്ടുകാരനോട് പറഞ്ഞിട്ട് ഗൗതം ചില സാധനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭാസ്കറിന്റെ വീടിന്റെ പൂട്ട് പതിയെ ഇളക്കി അയാൾ ഉള്ളിലേക്ക് കടന്നു. ആ സ്റ്റാൻഡിന്റെ ഇടയിൽ അയാൾ നേരത്തെ കണ്ട ബ്ലഡ് സ്റ്റെയിൻസ് പരിശോധിക്കുന്നു. അതിൽ നിന്നും സാമ്പിൾ എടുക്കുന്നുണ്ട്. ആ കില്ലർ പറഞ്ഞ പ്രകാരം ഭാസ്കർ മേഴ്സിയുടെ ബോഡിയുമായിട്ട് ഒരു കാടിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ദഹിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് വിറകുകളെല്ലാം കൂട്ടിവെച്ച് അതിന്റെ മുകളിൽ മേഴ്സിയെ കിടത്തി. കിഡ്നാപ്പർ അയാളോട് വീഡിയോ കോളിൽ വരാൻ പറയുന്നു. മേഴ്സിയുടെ മുഖം അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അയാൾ വീഡിയോ കോളിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഭാസ്കർ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. എന്നിട്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്യുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ് അയാൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും ആ കില്ലർ പറഞ്ഞ പ്രകാരം ബാക്കി തുക അയാള് ഭാസ്കറിന്റെ വീടിനുള്ളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കാശ് കിട്ടിയ സ്ഥിതിക്ക് ഭാസ്കർ അതും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. രാഹുലിന്റെ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടന്നു. ഭാസ്കറിന്റെ വീട്ടിൽ നിന്നും കിട്ടിയ ബ്ലഡ് സാമ്പിളും എടുത്തുകൊണ്ട് ഗൗതം നേരെ വരുന്നത് തന്റെ വീട്ടിലേക്കായിരുന്നു. ഇടയ്ക്ക് വെച്ച് കയ്യിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തന്റെ കയ്യിലുള്ള പെൻസില് മേഴ്സിയുടേതാണെന്നും അവളാണ് എപ്പോഴും പെൻസിൽ കടിക്കുന്നതെന്നും. അതിൽ അവളുടെ DNA ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ആ പെൻസിൽ എടുത്തുകൊണ്ട് വന്ന് ഭാസ്കറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ബ്ലഡ് സാമ്പിളും എടുത്ത് അതിൽ രണ്ടിലെയും DNA മാച്ച് ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു. അത് മേഴ്സിയുടേതാണെങ്കിൽ ഉറപ്പായിട്ടും മേഴ്സിയുടെ കൊലപാതകത്തിന് ഭാസ്കറിന് പങ്കുണ്ടെന്ന് ഗൗതമിന് ഉറപ്പിക്കാം. തലേന്ന് ഈ വക കാര്യങ്ങൾക്ക് ഗൗതം പോയത് കാരണം DSP ആകെ ദേഷ്യത്തിലായിരുന്നു. ചെയ്യാൻ പറഞ്ഞ പല ജോലികളും ഉപേക്ഷിച്ചിട്ടാണ് അവൻ ഇങ്ങനെ ഭാസ്കറിന്റെ പിറകെ പോയത്. അതിനവനെ അയാൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഗൗതമിന്റെ വൈഫും മകൾ കയ്യിലും അവിടേക്ക് വരുന്നത്. ഗൗതമിന്റെ ജോലി ഡ്രൈവർ പണിയാണെന്ന് പറഞ്ഞിട്ടും കയ്യിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഗൗതമിന്റെ വൈഫ് അവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇത്രയധികം ഗൗതമിനെ DSP വഴക്ക് പറയുന്നത് അവരെ രണ്ടുപേരെയും വിഷമിപ്പിച്ചു. ശരിക്കും ഇതിനെല്ലാം കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. റേപ്പിനിരയായ ഒരു പെൺകുട്ടി തന്നെ റേപ്പ് ചെയ്ത ആൾക്കെതിരെ കേസ് കൊടുത്തു. എന്നവള് കോടതിയിൽ ഹാജരായി കഴിഞ്ഞാൽ ഉറപ്പായും അയാൾക്ക് ശിക്ഷ കിട്ടും. അതുകൊണ്ട് അന്ന് രാത്രി അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതും പിറ്റേന്ന് അവളെ കോടതിയിലേക്ക് കൊണ്ടുവരേണ്ടയും ചുമതല ഗൗതമിനായിരുന്നു DSP കൊടുത്തത്. അവളെ റേപ്പ് ചെയ്ത വ്യക്തി സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അയാളെ രക്ഷിക്കാനായിരുന്നു ഇഷ്ടം. പിറ്റേന്ന് രാവിലെ ഗൗതമും ആ പെൺകുട്ടിയും കോടതിയിലേക്ക് വരുന്ന വഴിക്ക് ഒരു ലോറി വന്ന് അവരുടെ ഓട്ടോയിൽ ഇടിക്കുന്നു. ഗൗതം ദൂരേക്ക് തെറിച്ചു വീണു. മനഃപൂർവ്വം ആ ലോറി വീണ്ടും ഓട്ടോയിലിടിച്ച് ആ പെൺകുട്ടിയെ കൊല്ലുന്നു. ഇതൊരു കൊലപാതകമാണെന്ന് ഗൗതമിനും DSPക്കും എല്ലാം അറിയാം. എന്നാൽ അവരെല്ലാവരും ഗൗതമിനെ പ്രഷർ ചെയ്യുന്നു. ഇതൊരു ആക്സിഡന്റ് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. മാത്രമല്ല വിക്ടിമിനെ സേഫ് ആയിട്ട് കൊണ്ടുവരേണ്ട ഗൗതം തന്റെ ഡ്യൂട്ടി നല്ലപോലെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവനും മുന്നോട്ടുള്ള പ്രൊമോഷൻ എല്ലാം തന്നെ തടഞ്ഞു വെച്ചു. അങ്ങനെ DSPയുടെ ആട്ടും തുപ്പും
കേട്ട് അയാളുടെ ഡ്രൈവറായി ജോലി ചെയ്തു പോന്നു. ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 18 മണിക്കൂർ കഴിഞ്ഞിട്ടും രാഹുലിന് ബോധം വന്നിട്ടില്ല. ഡോക്ടേഴ്സ് പറയുന്നുണ്ട് തങ്ങൾ ഇതുപോലെ ഒരുപാട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥയെന്ന്. രാഹുൽ കോമയിലായിരിക്കും, എപ്പോ ഉണരുമെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അവര് പറയുന്നത്. അതോടുകൂടി ഭാസ്കറും ആനന്ദിയും ശരിക്കും തകർന്ന അവസ്ഥയിലായി. മേഴ്സിയുടെ ബോഡി വെച്ചിട്ട് അവർ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണോ രാഹുലിന് ഈ ഒരു അവസ്ഥ വന്നത് എന്തായിരുന്നു ഭാസ്കറിന്റെ മനസ്സിലുള്ള ചിന്ത. അവിടെയാണ് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കാട്ടിലേക്ക് വന്ന ഒരാളാകട്ടെ തലേന്ന് ഭാസ്കർ ഇരിച്ചു കളഞ്ഞ ആ ചിത കാണുകയും അതിൽ അസ്ഥികൂടം കാണുകയും ചെയ്യുന്നതാണ്. പെട്ടെന്ന് അയാൾ പോലീസിൽ വിവരം അറിയിക്കുകയും അവർ വന്ന് സാമ്പിൾ കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് മേഴ്സിയാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും ഡൗട്ട് തോന്നി. എസ്ത്രോ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മേഴ്സി മരിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് വിശ്വസിക്കാനേ വയ്യ. അവൾ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. എന്താണെങ്കിലും DNA ബലം വന്നെങ്കിൽ മാത്രമേ മേഴ്സിയാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റൂ. പക്ഷെ എല്ലാവരും മേഴ്സിയാണെന്ന് തന്നെ പറയുകയായിരുന്നു. ഇവിടെ ഗൗതമും താൻ കൊടുത്ത DNA റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാം കൊണ്ടും ആകെ തകർന്നിരിക്കുകയായിരുന്നു ഭാസ്കർ. ആ സമയം അയാൾ നോക്കുമ്പോൾ എസ്ത്ര ആത്മഹത്യ ചെയ്യാൻ പോകുന്നതാണ് കാണുന്നത്. ഒരു വിധത്തില് ഭാസ്കർ അവളെ രക്ഷിക്കുന്നു. താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് എസ്ത്ര പറയുന്നുണ്ട്. താൻ അന്ന് രാത്രി അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ പാടില്ലായിരുന്നു. രാഹുൽ കോമയിൽ തന്നെ തുടർന്ന കാരണം അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊള്ളാൻ ഡോക്ടേഴ്സ് പറയുന്നു. എസ്തർ ഉതറിഞ്ഞിട്ട് ഒരുപാട് സങ്കടത്തിലായിരുന്നു. ദിവസവും എസ്തർ വന്ന് രാഹുലിന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കും. ഇവർ കാശിന് വേണ്ടി അലയുന്നതൊന്നും തന്നെ മേഴ്സിയുടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എസ്തർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കും മേഴ്സിക്കും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഗോൾഡ് എല്ലാം ഞാൻ കൊണ്ടുതരുമായിരുന്നു എന്ന് അവര് പറയുന്നു. മേഴ്സി പ്രായപൂർത്തിയാകുമ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ഇത് നിങ്ങൾ എടുത്തോളാൻ പറയുമ്പോൾ ഇതിന്റെ ആവശ്യമില്ലാന്ന് ഭാസ്കർ പറയുന്നുണ്ട്. കൂടാതെ ഭാസ്കറിന്റെ മനസ്സിൽ കുറ്റബോധവും വരാൻ തുടങ്ങി. സങ്കടം സഹിക്കവയ്യാതെ അയാൾ സ്വയം വേദനിപ്പിക്കാൻ പോലും തുടങ്ങി. ദിവസം പോകും തോറും ഭാസ്കറിന് വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ടെന്നാണ് ഭാസ്കർ പറയുന്നത്. ഓൾറെഡി അവിടെ നിന്നും കുറച്ചു മാറി അവരൊരു വീട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാളുടെ റിട്ടയർമെന്റ് കാശ് കിട്ടുമ്പോൾ വീട് പണി പൂർത്തിയാക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോ പൂർത്തിയാക്കാനൊന്നും നിൽക്കണ്ട, തറയുടെ പണി തീർത്തു കഴിഞ്ഞാൽ അവിടേക്ക് താമസം മാറാമെന്നാണ് അയാൾ പറയുന്നത്. പോലീസുകാര് മേഴ്സിയുടെ കേസ് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലാണ്. അതേസമയം ഗൗതമിന് തന്റെ ഫ്രണ്ടിന്റെ കോള് വരുന്നു. അവൻ കൊടുത്ത 2 DNAയും ഒരാളുടേതാണ്. അതിനർത്ഥം കയലിന്റെ കയ്യിലുണ്ടായിരുന്ന മേഴ്സിയുടെ പെൻസിലുള്ള അവളുടെ DNAയും ഭാസ്കറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ബ്ലഡിന്റെ DNAയും മേഴ്സിയുടേതാണ്. മേഴ്സി അവിടെ വെച്ചിട്ടാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അവളുടെ രക്തം എന്തായാലും ഭാസ്കറിന്റെ വീട്ടിൽ വീണിട്ടുണ്ട്. അങ്ങനെ ഭാസ്കറിനെ കാണാൻ പോകാൻ ഗൗതം തുടങ്ങുമ്പോഴാണ് ഭാസ്കർ അവിടേക്ക് വരുന്നത്. രാഹുലിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അയാൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പോലെ പോലീസിൽ കീഴടങ്ങാൻ വരികയായിരുന്നു. എല്ലാ സത്യങ്ങളും പോലീസിനോട് പറയാൻ വന്ന അയാളെ ഗൗതം പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എവിടേക്ക് വന്നതെന്ന്. ഗൗതമിനോട് ഭാസ്കർ എല്ലാ സത്യങ്ങളും പറയുന്നു. ഇതെല്ലാം കേട്ട് ഗൗതം ഞെട്ടിത്തിരിച്ചിരിക്കുകയായിരുന്നു. ഭാസ്കർ നിരപരാധിയാണെന്ന് ഗൗതമിന് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഇപ്പോൾ പോയി കീഴടങ്ങിക്കഴിഞ്ഞാൽ പോലീസുകാർ എല്ലാം നിങ്ങളുടെ തലയിൽ വെക്കും. ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കുറ്റം പോലും നിങ്ങളുടെ തലയിലാകും. കാരണം ഇതുപോലെ പോലീസുകാർ ചെയ്യാത്ത തെറ്റിന് എന്നെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അവസ്ഥയും വളരെ മോശമായിരിക്കും. അവരെ സംബന്ധിച്ച് ഈ കേസ് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ കീഴടങ്ങിയ മേഴ്സിക്ക് കിട്ടേണ്ട നീതി പോലും കിട്ടില്ല. അവളെ റേപ്പ് ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിച്ചെങ്കിലേ പറ്റൂ. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് കൊലയാളിയെ കണ്ടുപിടിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. അതിനിടയ്ക്ക് മേഴ്സി അവിടെ സോളമൻ കൊണ്ടുവന്ന സമയത്ത് അവളുടെ ശരീരത്തിൽ നിന്നും ഒരു ദ്രാവകത്തിന്റെ സ്മെല്ല് അയാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ? അതിനെപ്പറ്റി ഗൗതമിനോട് ഭാസ്കർ പറയുന്നുണ്ട്. സാധാരണ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സും മറ്റും ക്ലീനാക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള സ്പിരിറ്റ് ആണത്. പലരും അത് ലഹരിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. മദ്യം കഴിക്കുന്ന പോലെ കഴിക്കാറുണ്ട്. അത് സ്ഥിരമായിട്ട് കുടിക്കുന്ന ആരോ ആണ് മേഴ്സിയെ ഉപദ്രവിച്ചിരിക്കുന്നത്. കൂടാതെ ഭാസ്കറിന്റെ നമ്പറിലേക്ക് വന്ന ആ പ്രൈവറ്റ് നമ്പർ അവർ ട്രേസ് ചെയ്ത് അത് ആരുടെ നമ്പറാണെന്ന് കണ്ടുപിടിക്കുന്നു. പ്രിൻസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ നമ്പറായിരുന്നു അത്. അത് വെച്ചിട്ട് അവർ അന്വേഷിച്ചു പോകുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ആ പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എന്നാൽ 3ാമത്തെ സെമസ്റ്ററിൽ ആ കുട്ടി പഠനം ഉപേക്ഷിച്ചു. എങ്ങോട്ട് പോയിന്ന് ആർക്കും അറിയില്ല. അവളെയും കാണാതായതാണ്. അവൾക്ക് ഗാർഡിയനായിട്ട് ഇടയ്ക്കൊരാൾ വരാറുണ്ടായിരുന്നു. അയാളുടെ പേര് അവിടുത്തെ വാർഡനിൽ നിന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആന്റോൺ എന്നായിരുന്നു അയാളുടെ പേര്. അവരുടെ ആ ചെറിയ ഗ്രാമത്തിൽ ആന്റോൺ എന്ന പേരുള്ള ആരെയും തന്നെ അവർക്കറിയില്ല. അത് കാരണം പള്ളിയിലെ പാസ്റ്ററിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവര് ചെല്ലുന്നുണ്ട്. സാമുവൽ എന്നായിരുന്നു ആ പാസ്റ്ററിന്റെ പേര്. അയാളോട് അത് പറയുന്നതിന് മുമ്പ് ഒരു ലേഡി ആകട്ടെ അയാളെ കൊണ്ടൊരു പേപ്പർ സൈൻ ചെയ്യിക്കാൻ വരുന്നു. ആ സൈൻ ചെയ്ത പേപ്പറിൽ അയാൾ ആന്റോൺ സാമുവലിന് എഴുതുന്ന കണ്ടിട്ട് ഇവര് ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. അതായത് കാണാതായ പ്രിൻസി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഗാർഡിയനായിട്ട് ഇതേ പാസ്റ്റർ തന്നെയായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അവർ സംശയത്തോടു കൂടി പാസ്റ്ററിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. പ്രിൻസിയെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് തനിക്കറിയാമെന്ന്. അവളുടെ അച്ഛനും അമ്മയൊന്നും ശരിയല്ലായിരുന്നു. ആ കുട്ടി സഭയുടെ കീഴിലാണ് പഠിച്ചത്. അവരെ കോളേജിൽ ചേർത്തതും സഭയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവിടെ പോകുന്നത് പതിവായിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുന്നേ അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടി പോവാണെന്ന് പറഞ്ഞിറങ്ങിയ അവളെ കാണാതായി. പിന്നീട് ഇതുവരെയും ഒരു വിവരവും ഇല്ല. പാസ്റ്റർ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചോദ്യം ചെയ്യലൊക്കെ അവസാനിപ്പിച്ചിട്ട് അവർ നടന്നു പോകുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഇരിക്കുന്ന ആ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്യുന്ന സ്പിരിറ്റ് അവർ കാണുന്നുണ്ട്. ഇതോടുകൂടി ഗൗതമിനോട് ഭാസ്കർ പറയുന്നുണ്ട് ഇതേ സാധനത്തിന്റെ സ്മെല്ല് തന്നെയാണ് എനിക്ക് മേഴ്സിയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയതെന്നും. ഗൗതം പാസ്റ്ററിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ മേഴ്സി എന്ത് ചെയ്തു എന്ന്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്ന് പാസ്റ്റർ പറയുന്നുണ്ട്. കുറെ നാളായിട്ട് തനിക്ക് ഉറക്കമില്ലായിരുന്നു. അത് കാരണം രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരാള് ഈ സ്പിരിറ്റ് കൊണ്ട് തന്നുകൊണ്ടിരുന്നത്. ഞാനിത് കുടിക്കുന്നല്ലാതെ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുമല്ല മേഴ്സിയെ കാണാതാകുന്ന രാത്രിയിൽ ഞാനിവിടെ
ഇവിടെ പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ റെക്കോർഡ്സ് ചെക്ക് ചെയ്യാം. ഇവിടെ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നതാ. അതിന്റെ ഫോട്ടോസും ഉണ്ട്. നിങ്ങൾക്ക് ഇത് എവിടുന്നാ കിട്ടുന്നത്, ആരാ തന്നെന്ന് ചോദിക്കുമ്പോൾ ആ പാസ്റ്റർ ചില കാര്യങ്ങൾ പറയുന്നു. മെഴ്സി കാണാതായതിനെ പറ്റി എനിക്ക് ചില ഡൗട്ടുകളുണ്ട്. എനിക്കിത് സാധാരണയായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ട്യൂഷൻ സാറായ രഘു ആണ്. മെഴ്സിയെ കാണാതായ എന്ന രാത്രിയിൽ രഘു മെഴ്സിയുടെ വീടിന്റെ അടുത്ത് നിന്നും പേടിച്ചോടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതോടെ സംശയങ്ങൾ രഘുവിലേക്ക് നീങ്ങി. ഗൗതം ഈ വിവരങ്ങൾ തന്റെ സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസുകാർ ഒഫീഷ്യലായിട്ട് പോയിട്ട് രഘുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. രഘുവിന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ നിറയെ മെഴ്സിയുടെ ഫോട്ടോസ് ആയിരുന്നു. അതും അവൾ അറിയാതെ എടുത്തിട്ടുള്ളത്. അതോടെ അവരുടെ സംശയങ്ങൾ ഉറപ്പിച്ചു. അവിടെയാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ട്യൂഷന് വരുന്ന മെഴ്സിയോട് രഘു പെരുമാറുന്ന രീതിയായിരുന്നു. മെഴ്സി അറിയാതെ രഘു എപ്പോഴും അവളെ നോക്കുമായിരുന്നു. അവളുടെ ഫോട്ടോസ് എടുക്കും. നല്ല മാർക്ക് വാങ്ങുമ്പോൾ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ഗുഡ് ഗേൾ എന്ന് പറയും. ഒരു ദിവസം അവളുടെ കൈ മുറിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് നോക്കിയും കണ്ടുമൊക്കെ നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ തടവി കൊടുക്കുന്നു. സ്നേഹത്തോടു കൂടി അവളുടെ തോളിൽ പിടിക്കുന്നു. മെഴ്സിയുടെ മേൽ രഘുവിന് മറ്റൊരു രീതിയിലുള്ള കണ്ണായിരുന്നു എന്ന് ഇതിലൂടെയെല്ലാം നമ്മളെ കാണിക്കുകയാണ്. രഘുവിനെ പോലീസ് പിടിച്ചതോടുകൂടി ആൾക്കാരെല്ലാം തന്നെ പുറത്ത് വലിയ സംഘർഷം നടത്തുകയാണ്. കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയത് ഇവനാണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ പുറത്തേക്ക് വന്ന് അവരോട് പറയുന്നുണ്ട് രഘു കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോണമെന്ന്. രഘുവിന്റെ ട്യൂഷൻ സെന്റർ എല്ലാവരും ചേർന്ന് അടിച്ചു പൊട്ടിച്ചു. നേരത്തെ കാണാതായ പെൺകുട്ടികളുടെ സ്കൂളിലും ഇത് കുറച്ചുനാൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടികളെയൊക്കെ കാണാതായി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ സ്കൂൾ മാറുകയും ചെയ്തു. അതൊക്കെ കൊണ്ട് തെളിവുകളെല്ലാം രഘുവിനെതിരായിരുന്നു. എസ്തർ ഇവിടെ തകർന്നിരിക്കുകയാണ്. ഭാസ്കറും ആനന്ദിയാകട്ടെ തങ്ങളുടെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് തൊട്ടടുത്തുള്ള അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ഇത്ര ആകെ സങ്കടത്തിലായിരുന്നു. അവൾക്ക് താങ്ങും തള്ളുമായിട്ട് ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരും കൂടി പോവുകയാണ്. എന്നാൽ ഇവിടെ അടുത്ത് തന്നെയല്ലേ തങ്ങൾ താമസിക്കുന്നത്, നീ എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വന്നുകൊള്ളാൻ ഭാസ്കർ അവളോട് പറയുന്നു. ഇവിടെ കയല് തന്റെ അച്ഛന്റെ ജോലിയൊക്കെ നേരിട്ട് കണ്ട് ആകെ സങ്കടത്തിലായിരുന്നു. DSPയുടെ കയ്യിൽ നിന്ന് ഇത്രയും വഴക്ക് കേട്ടിട്ടും അച്ഛൻ എങ്ങനെയാണ് ഇത്ര ചിരിച്ച് സന്തോഷം നിൽക്കുന്നതെന്ന് ആ കുട്ടി ചോദിക്കുമ്പോൾ അയാൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. രാത്രിയിൽ അയാള് രഘുവിനെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. കാരണം മെഴ്സി റേപ്പിനിരയായെന്നുള്ള കാര്യം ഭാസ്കറിനും മരിച്ചുപോയ സോളമനും ഇപ്പോൾ ഗൗതമനും മാത്രമേ അറിയൂ. പോലീസുകാർക്ക് മെഴ്സിയുടെ ബോഡി കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിനെപ്പറ്റി ആർക്കും അറിയില്ല. രഘുവിനോട് ഗൗതം അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അതേസമയം എസ്തർ ആകട്ടെ ഭാസ്കറിനെ കാണാൻ അയാളുടെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അവരും ചില സത്യങ്ങൾ തുറന്നു പറയുന്നു. അന്ന് പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എസ്തറിനെ ഞാൻ പള്ളിയിലേക്ക് വിളിപ്പിച്ചിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ ഞാൻ കള്ളം പറഞ്ഞതാ, ഞാൻ അവളെ വിളിപ്പിച്ചിരുന്നില്ല. ഇവിടെ ഗൗതം രഘുവിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ആ കൊച്ചുകുഞ്ഞിനെ റേപ്പ് ചെയ്തതെന്ന്. എന്നാൽ ഇത് കേട്ട് രഘു ഞെട്ടിത്തരിക്കുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുന്നു. എസ്തറിനും രഘുവിനും പറയാൻ ഒരു കഥയുണ്ടായിരുന്നു. അതാണ് ഇനി നമ്മളെ കാണിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് രഘു എസ്തറും പ്രണയത്തിലായിരുന്നു. അവരുടെ വീട്ടുകാര് ആ പ്രണയത്തെ എതിർത്തിരുന്നു. അത് കാരണം അവർ ഒളിച്ചോടി വിവാഹം കഴിച്ചു. അതിനുശേഷം രഘു ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി ഒരു വീടെടുത്ത് താമസം ആരംഭിച്ചു. താമസം തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എസ്തറിന്റെ വീട്ടുകാര് അവളെ അന്വേഷിച്ച് അവിടെ എത്തി അവളെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോകുന്നു. രഘുവിനെ അവർ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. പിന്നീട് എസ്തറിനോട് വീട്ടുകാര് പറഞ്ഞത് അവരുടെ അടി കൊണ്ടിട്ട് രഘു അങ്ങോട്ടോ ഓടിപ്പോയെന്നാണ്. അവളുടെ സമ്മതം ഇല്ലാതെ പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നടത്തി. സോളമൻ ഒരു കുടിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ആദ്യമെല്ലാം സോളമനോട് എസ്തറിന് വെറുപ്പായിരുന്നു. പക്ഷേ പിന്നീട് അവള് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. സോളമന്റെ കൂടെ ജീവിതം ആരംഭിച്ചപ്പോ പിന്നീട് രഘുവായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും എസ്തറിനുണ്ടായിരുന്നില്ല. ദിവസവും കുടിച്ചിട്ട് വന്നിട്ട് സോളമൻ എസ്തറിനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അവൾ അതെല്ലാം സഹിച്ചു കഴിഞ്ഞു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി താൻ പ്രഗ്നന്റ് ആണെന്ന്. ആ കുഞ്ഞിനു വേണ്ടിയെങ്കിലും ജീവിക്കാന്ന് കരുതി അവള് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയ്ക്ക് അമിതമായിട്ട് കുടിച്ച് ബോധം കെട്ട് വീണ സോളമനെ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. സോളമന്റെ റിപ്പോർട്ടിൽ നിന്നും അവൾ ഞെട്ടിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കി. അമിതമായിട്ട് കുടിക്കുന്ന കാരണം അയാൾക്ക് കുട്ടികൾ ഉണ്ടാകില്ല. അപ്പൊ തന്റെ വയറ്റിൽ വളരുന്ന കുട്ടി സോളമന്റേതല്ല. അവൾ രഘുവിനെ വിവാഹം കഴിച്ച് 2 ദിവസം അവന്റെ കൂടെ ഒരുമിച്ച് താമസിച്ചിരുന്നില്ലേ. അത് കഴിഞ്ഞ് അവളെ പിടിച്ചുകൊണ്ടുവന്ന് പെട്ടെന്നാണ് സോളമന്റെ കൂടെ വിവാഹം കഴിപ്പിച്ചത്. അതിനർത്ഥം ഈ കുട്ടി രഘുവിന്റേതാണ്. എന്താണെങ്കിലും ഈ സത്യം അവൾ ആരോടും പറയാതെ ഈ കുട്ടിയുടെ അച്ഛൻ സോളമനാണെന്നുള്ള രീതിയിൽ തന്നെ ജീവിക്കാൻ തുടങ്ങി. കുറെ നാളുകൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം തന്റെ കുഞ്ഞിനെയും കൊണ്ട് അവൾ നടന്നു പോകുന്ന വഴിക്ക് രഘുവിനെ കാണുന്നു. നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തനിക്ക് സുഖമാണ്, തന്റെ ഹസ്ബൻഡ് തന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നൊക്കെ അവൾ കള്ളം പറയുന്നു. ആ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ രഘുവിന് തോന്നുന്നുണ്ട് അത് തന്റെ കുഞ്ഞാണെന്ന്. അവന്റെ രീതികളായിരുന്നു ആ കുഞ്ഞിനുണ്ടായിരുന്നത്. മാത്രമല്ല എസ്തർ അവനോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കാതെ പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നത് കാരണം അവന് ഡൗട്ട് തോന്നുന്നു. അവൻ വീണ്ടും എസ്തറിനെ കണ്ടിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവളും സമ്മതിക്കുന്നുണ്ട് അത് നിന്റെ കുഞ്ഞാണെന്ന്. സോളമനെ ഉപേക്ഷിച്ച് നീയും കുഞ്ഞും എന്റെ അടുത്തേക്ക് വരണമെന്ന് രഘു പറഞ്ഞപ്പോൾ എസ്തർ പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല എന്ന്. എന്നാൽ എന്റെ കുഞ്ഞിനെങ്കിലും എനിക്ക് തരാൻ എസ്തറിനോട് രഘു ആവശ്യപ്പെടുന്നു. അതിനും എസ്തർ സമ്മതിക്കുന്നില്ല. മേഴ്സി തന്റെ കുഞ്ഞാണെന്നുള്ള സത്യം രഘു മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരച്ഛന്റെ വാത്സല്യം മേഴ്സിയോട് അയാൾ കാണിച്ചത്. ട്യൂഷൻ സെന്ററിൽ വരുമ്പോഴൊക്കെ തന്റെ മകളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ അറിയാതെ അവളുടെ ഫോട്ടോസ് അയാൾ എടുത്തുകൊണ്ടിരുന്നത്. അച്ഛന്റെ വാത്സല്യത്തോടു കൂടി മാത്രമായിരുന്നു അയാൾ മേഴ്സിയുടെ ശരീരത്തിൽ കൈവച്ചിട്ടുണ്ടായിരുന്നതും. അതൊന്നും തന്നെ തെറ്റായ രീതിയിലായിരുന്നില്ല. ട്യൂഷന് വരുന്ന 2 മണിക്കൂർ മാത്രമാണ് താൻ തന്റെ മകളെ സന്തോഷത്തോടെ നോക്കിയിരിക്കുന്നത്. ഒരു ദിവസം എസ്തറിന്റെ കൂടെ രഘുവിനൊരു വാക്കുതർക്കം ഉണ്ടായി. തന്റെ മകളുടെ ട്യൂഷൻ ഫീ തരണ്ടാന്ന് രഘു പറഞ്ഞപ്പോൾ എസ്തർ സമ്മതിക്കുന്നില്ല. ട്യൂഷൻ ഫീ വാങ്ങിക്കാതെ എന്റെ മകളെ അങ്ങോട്ട് അയക്കില്ല എന്നാണ് എസ്തർ പറയുന്നത്. അവൾ എന്റെ മകളും കൂടിയല്ലെന്ന് രഘു പറയുന്നുണ്ട്. ഇവരുടെ ഈ തർക്കം എല്ലാം തന്നെ മേഴ്സി കേൾക്കുന്നു. ആ സംഭവത്തിന് ശേഷം
ശേഷം മേഴ്സിക്ക് മനസ്സിലായി തന്റെ അച്ഛൻ സോളമനല്ല രഘുവാണെന്ന്. അതോടുകൂടി അവൾക്ക് എസ്തറിനോട് ദേഷ്യമാകാൻ തുടങ്ങി. എസ്തറിനോട് അവൾ മിണ്ടാറിയില്ലായിരുന്നു. അന്ന് അമ്പലത്തില് ഉത്സവം നടക്കുന്ന സമയത്ത് എസ്തർ ആകട്ടെ മേഴ്സിയോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. നടന്ന കാര്യങ്ങള് കൊച്ചുകുട്ടിയായി നിന്നോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പോലും എനിക്കറിയില്ല എന്ന് എസ്തർ പറയുന്നു. എന്നാൽ മേഴ്സി പറയുന്നുണ്ട്, ഇത്രയും കാലം അച്ഛൻ മാത്രമാണ് മോശമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, ഇപ്പോൾ അമ്മ അച്ഛനേക്കാളും മോശമാണല്ലേ എന്ന്. അത് കേട്ട് എസ്തർ ആകെ തകർന്നുപോയി. അപ്പോഴാണ് സോളമൻ അവിടേക്ക് കയറി വരുന്നത്. സോളമൻ അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എസ്തർ സങ്കടത്തോടു കൂടി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന വഴിയില് രഘുവിനെ കണ്ട് അവൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നീ മേഴ്സിയെ കാണുകയോ സംസാരിക്കുകയോ വേണ്ടെന്നാണ് എസ്തർ പറയുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് എസ്തറിനും അറിയില്ല. ഇവിടെ രഘുവിനോട് ഗൗതം ചോദിക്കുന്നുണ്ട്, നീയല്ല മേഴ്സിയെ കൊന്നതെങ്കിൽ പിന്നെ എന്തിനാണ് നീ കുറ്റമൊക്കെ ഏറ്റെടുത്തതെന്ന്. അതിനെല്ലാം പോലീസുകാർ കാരണമായിരുന്നു. രഘു നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എസ്തറുമായിട്ട് രഘു സംസാരിച്ച ശേഷം എസ്തർ പള്ളിയിലേക്ക് പോയി. പക്ഷേ മേഴ്സിയെ കാണാതിരിക്കാൻ രഘുവിന് തോന്നിയില്ല. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ട് രഘു ആകട്ടെ ഇവരുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. അവരുടെ വീടിന്റെ സ്റ്റെപ്പ് കയറി പോകുമ്പോഴാണ് ഭാസ്കറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സോളമനെ കാണുന്നത്. രക്തം വാർന്നു കിടന്ന മേഴ്സിയെ ഭാസ്കറിന്റെ വീട്ടിലോട്ട് കൊടുത്തിട്ട് അവൾ മരിച്ചു എന്നറിഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു സോളമൻ. പെട്ടെന്ന് തന്റെ കൺമുന്നില് രഘുവിനെ കണ്ടപ്പോ രഘുവാണ് അവളെ ഉപദ്രവിച്ചതെന്ന് കരുതിയിട്ട് സോളമൻ അയാളെ ആക്രമിക്കാൻ ചെന്നു. ആ ഒരു പിടിവലിക്കിടെ അറിയാതെയാണ് സോളമൻ താഴേക്ക് വീണത്. അതുകൊണ്ട് പേടിച്ച് രഘു അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്തു. രഘു അങ്ങനെ ഓടിപ്പോകുന്നതായിരുന്നു നമ്മുടെ പാസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നത്. പാസ്റ്ററിന് സ്ഥിരമായിട്ട് ആ സർജിക്കൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് കൊണ്ട് കൊടുക്കുന്നത് രഘു ആയതുകൊണ്ട് അവൻ ഓടിപ്പോകുന്നത് പോലീസുകാരെടുത്ത് ഇയാൾ പറയുകയാണെങ്കിൽ തന്റെ ഈ ഒരു ലഹരി ഉപയോഗത്തെ കുറിച്ച് അവൻ മറ്റുള്ളവരോട് പറഞ്ഞ് തന്നെ നാണം കെടുത്തു എന്ന് പേടിച്ചിട്ടാണ് പാസ്റ്റർ ഈ കാര്യങ്ങൾ പോലീസുകാരോട് പറയാതിരുന്നത്. എന്നാൽ രഘു ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും പോലീസുകാർ വിശ്വസിക്കുന്നില്ല. നിനക്കും എസ്തറിന് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനഃപൂർവ്വം സോളമനെയും മേഴ്സിയെയും കൊന്നതാണെന്നാണ് പോലീസുകാർ പറയുന്നത്. എന്നാൽ രഘു പറയുന്നുണ്ട് എസ്തറിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന്. ആ സമയത്ത് അവൾ വീട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. കുറ്റമെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം, എസ്തറിനും മേഴ്സിക്കും ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് രഘു പറയുന്നു. അങ്ങനെ പോലീസുകാരനെ ഭീഷണിയൊക്കെ കൊണ്ടാണ് രഘു കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്തത്. എല്ലാം കേട്ട് ഗൗതമിന് തല പെരുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് മേഴ്സി റേപ്പിനിരയെന്നൊക്കെ പറഞ്ഞെന്ന് രഘു ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ ഗൗതം അവിടെ നിന്നും പോയി. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭാസ്കറുമായിട്ടും ഡിസ്കസ് ചെയ്യുന്നു. കില്ലർ ഇപ്പോഴും സ്വതന്ത്രമായിട്ട് പുറത്തുണ്ട്. അടുത്ത പെൺകുട്ടിയെ അവൻ കിഡ്നാപ്പ് ചെയ്യുന്നതിന് മുമ്പ് അവനെ പിടിക്കണം. ഈ പെൺകുട്ടികളിലെല്ലാം കോമൺ ആയിട്ട് എന്താണുള്ളതെന്ന് അവർ ചിന്തിക്കുന്നു. എല്ലാവരും 10നും 12നും വയസ്സിനിടയിലുള്ള പെൺകുട്ടികളാണ്, പ്രായപൂർത്തിയാകാത്തവരാണ്. എല്ലാവരെയും കാണാതായിരിക്കുന്നത് അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്നാണ്. പിന്നീട് ആ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം കൂടി ഗൗതമിന്റെ മനസ്സിലേക്ക് വരുന്നു. പ്രിൻസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കാണാതായിട്ടുണ്ടായിരുന്നല്ലോ, അവളുടെയും പേരൻസ് ശരിയല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ എസ്തറിന്റെയും സോളമന്റെയും മകളല്ല മേഴ്സി. എസ്തറിന് രഘുവിലുണ്ടായ മകളാണ് മേഴ്സി. കാണാതായ പ്രിൻസിയുടെ പേരൻസിനെ പറ്റി പാസ്റ്ററിനോട് പോയി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് പ്രിൻസിയുടെ അമ്മയ്ക്ക് ഏതൊരു അവിഹിതം ഉണ്ടായിരുന്നു, അതിലുണ്ടായ കുട്ടിയാണ് പ്രിൻസി, അവരുടെ ഹസ്ബൻഡ് അല്ല ഈ കുട്ടിയുടെ അച്ഛൻ. ഇതോടുകൂടി ഗൗതമിന് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റി. കാണാതായ മറ്റു 2 പെൺകുട്ടികളുടെ പേരൻസിനോടും കൂടി പോയി ഗൗതം ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ആദ്യം അവരൊന്നും സമ്മതിച്ചില്ലെങ്കിലും കുട്ടികളെ തിരിച്ചു കിട്ടണമെങ്കിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റൂന്ന് ഗൗതം പറഞ്ഞതോടുകൂടി അവരും സത്യങ്ങൾ തുറന്നു പറയുന്നു. അവരുടെ ആരുടെ ഹസ്ബൻഡ് അല്ല അവരുടെ മകളുടെ അച്ഛൻ, അവർക്കൊക്കെ പലരിലുണ്ടായ കുട്ടിയാണിത്. ഇതൊന്നും തന്നെ അവരുടെ ഹസ്ബൻഡിന് അറിയത്തുമില്ല. അങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് കില്ലർ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഈ കില്ലർ എങ്ങനെ ആ പെൺകുട്ടികളെ കണ്ടുപിടിക്കുന്നുവെന്ന് ഇവർക്ക് മനസ്സിലായില്ല. കാരണം അവിഹിതത്തിൽ ഏർപ്പെടുന്ന ആ സ്ത്രീക്ക് അറിയാവുന്ന രഹസ്യമാണ് തന്റെ മകൾ തന്റെ ഹസ്ബൻഡിന്റെ മകളല്ല എന്നുള്ള കാര്യം. അത് രണ്ടാമതറിയാൻ ചാൻസ് ആ കാമുകന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരുടെ എല്ലാം തന്നെ ബന്ധങ്ങൾ പല പല ആൾക്കാരുമായിട്ടാണ്. ഈ രഹസ്യം പിന്നെ എങ്ങനെ കില്ലർ മനസ്സിലാക്കി? അതിനിടയ്ക്ക് ന്യൂസിൽ കാണിക്കുന്നുണ്ട് കാട്ടിൽ തീയിരിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആ അസ്ഥികൂടം മേഴ്സിയുടേതല്ലാന്ന്. ഇത് കേട്ട് ഗൗതമൻ ഞെട്ടിപ്പോയി. അപ്പോഴാണ് ഭാസ്കർ അടുത്ത രഹസ്യം തുറന്നു പറയുന്നത്. മേഴ്സിയുടെ മൃതദേഹം ദഹിപ്പിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ കില്ലറിനെ കണ്ടെത്താൻ കഴിയില്ലാന്ന് ഭാസ്കറിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അയാൾ നേരത്തെ തന്നെ ഇതേ പ്രായമുള്ള ഒരു കുട്ടിയുടെ അസ്ഥികൂടം സംഘടിപ്പിക്കുന്നു. ഒരാൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സ്കെൽട്ടൺ അയാൾ ശേഖരിച്ചത്. അതിനുശേഷം കില്ലറിനെ അയാൾ വീഡിയോ കോളിൽ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ മേഴ്സി ആ ചിതയ്ക്ക് മുകളിൽ കിടത്തിയിരിക്കുന്നത്. എന്നാൽ മേഴ്സിയുടെ മുകളിൽ വിരിച്ചിട്ടിരുന്ന തുണിയിൽ അയാൾ എന്തോ ഒരു ദ്രാവകം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം തീ പെട്ടെന്ന് മേഴ്സിയുടെ ശരീരത്തിലേക്ക് പടരില്ല. വീഡിയോ കോളിൽ ചിതയ്ക്ക് തീ കൊളുത്തുന്നതായിട്ട് കില്ലറിനെ കാണിച്ചിട്ട് കോള് കട്ട് ചെയ്ത ശേഷം ആ തുണി മാറ്റി മേഴ്സിയുടെ ശരീരം അയാൾ പുറത്തെടുത്തിട്ട് തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആ അസ്ഥികൂടം അവിടെ ഇടുകയായിരുന്നു. അത് DNA പരിശോധന നടത്തിയപ്പോഴേക്കും മേഴ്സിയുടേതല്ലാന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മേഴ്സിയുടെ ബോഡി എവിടെയുണ്ടെന്നല്ലേ? അയാൾ പുതുതായിട്ട് മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു കട റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കടയിൽ പുതുതായിട്ട് അയാൾ ഒരു ഫ്രിഡ്ജും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് മേഴ്സിയുടെ മൃതദേഹം അയാൾ കൊണ്ടുവച്ചിരിക്കുന്നത്. DNA-യിലൂടെ അത് മേഴ്സിയുടെ മൃതദേഹം അല്ലാന്ന് മനസ്സിലായതോടുകൂടി കില്ലറിന്റെ കോള് വീണ്ടും ഭാസ്കറിനെ തേടിയെത്തി. നീ എന്നെ ചതിച്ചല്ലേന്ന് ചോദിക്കുന്നു. മര്യാദയ്ക്ക് നീ മേഴ്സിയുടെ മൃതദേഹം കത്തിച്ച് കളയുന്നത് തന്നെ നല്ലത്, അല്ലെങ്കിൽ നിനക്ക് അതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ഭാസ്കറും ഗൗതമും. അവിടെയാണ് 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 7ാമത്തെ അവസാനത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ആ കില്ലറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഭാസ്കറും ഗൗതവും ചേർന്ന് പ്ലാൻ ഇടുന്നതാണ്.
മേഴ്സിയുടെ ബോഡി എന്തായാലും കില്ലറിന് കൊടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അടുത്ത 2 അമ്പലത്തില് ഉത്സവം നടക്കാനിരിക്കുകയാണ്. കില്ലർ അടുത്ത ഇരയെ അവിടെ നിന്നായിരിക്കും കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ പോയി നിരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. 2 സ്ഥലങ്ങളിലും അവർ കുറെ നേരം ചെക്ക് ചെയ്തെങ്കിലും സംശയാസ്പദമായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. അവർ വീണ്ടും ഒരുമിച്ചൊരിടത്ത് ഒത്തുകൂടി. ആ സമയത്ത് കില്ലർ വീണ്ടും കോള് ചെയ്യുന്നു. മേഴ്സിയുടെ മൃതദേഹം മര്യാദയ്ക്ക് എനിക്ക് തരുന്നതാ നല്ലത്, അല്ലെങ്കിൽ നിന്റെ ചെറുമകനെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. എന്നാൽ ഭാസ്കർ പേടിച്ചില്ല. ഓൾറെഡി രാഹുൽ കോമയിലാണ്. അവൻ എപ്പോ കണ്ണു തുറക്കുമെന്ന് പോലും അറിയില്ല. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുന്നു. എന്നാൽ കില്ലർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെനിക്കും അറിയാം. അവൻ മരിച്ചാലും നിനക്ക് പ്രശ്നമില്ലായിരിക്കാം. പക്ഷെ നിന്റെ കൂടെ ഒരു പോലീസുകാരനുണ്ടല്ലോ, അയാൾക്കൊരു മകളില്ലേ, അയാളെ ഞാനങ്ങ് കിഡ്നാപ്പ് ചെയ്തു. ആ ടൈമിൽ തന്നെ ഗൗതമിന്റെ വൈഫ് അയാളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കയലിനെ കാണാനില്ലെന്ന്. അതോടെ ഗൗതം ആകെ പേടിക്കുന്നു. ഇത് കേട്ട് ഭാസ്കറിന് വേറെ നിവർത്തിയില്ലാതെ കില്ലറിനോട് പറയുന്നുണ്ട്, ഞാൻ മേഴ്സിയുടെ ബോഡി നിങ്ങൾക്ക് കൊണ്ടുതരാം, കയലിനെ ഒന്നും ചെയ്യരുതെന്ന്. കില്ലർ ഭാസ്കറിനോട് ഒറ്റയ്ക്ക് വരാനാണ് പറയുന്നത്. അങ്ങനെ മേഴ്സിയുടെ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെല്ലുമ്പോൾ കാണുന്നത് കടയ്ക്കുള്ളിൽ അവർ സൂക്ഷിച്ചിരുന്ന ഫ്രിഡ്ജില് മേഴ്സിയുടെ ബോഡി ഇല്ല. അത് ആരെടുത്തിട്ടുണ്ടാകുമെന്ന് അവരാകെ ടെൻഷനിലായി. കാരണം കടയുടെ പൂട്ടും പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. കില്ലർ എന്തായാലും എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മളെ ഭീഷണിപ്പെടുത്താൻ നിൽക്കില്ല, ബോഡി നശിപ്പിച്ച് കളയത്തേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഗൗതമിന്റെ വീട്ടിലേക്ക് എത്തി. ആ ടൈമിൽ വീണ്ടും കില്ലർ വിളിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് മേഴ്സിയുടെ ബോഡിയുമായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. 1/2 മണിക്കൂറേ സമയമുള്ളൂ, ബോഡി ഇവരുടെ കയ്യിലില്ലാന്ന് പറയാനും പറ്റില്ല. ഞാൻ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഭാസ്കർ അവിടെ നിന്നും ഇറങ്ങുന്നു. ഭാസ്കറിന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഭാസ്കർ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ ഫോണിലെ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടാണ് അയാളെ അവിടെ നിന്നും ഗൗതം പറഞ്ഞു വിടുന്നത്. പോകുന്നതിന് മുമ്പ് ഒരു കത്തിയും ടോർച്ച് അയാളുടെ കയ്യിൽ ഗൗതം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭാസ്കർ നേരെ തന്റെ വീടിന്റെ അടുത്ത് പോയി 2 വാഴ വെട്ടുന്നുണ്ട്. അത് തുണിയിൽ പൊതിഞ്ഞ് ഒരു മൃതദേഹം പോലെ ആക്കുന്നു. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. കില്ലർ അടുത്തേക്ക് വരുമ്പോ മേഴ്സിയുടെ മൃതദേഹം കൊടുക്കുന്ന പോലെ നിന്നിട്ട് പെട്ടെന്ന് താഴേക്കിട്ട് അരയിൽ കരുതുന്ന കത്തിയെടുത്ത് കില്ലറിനെ കുത്തുക. കുറെ തവണ പ്രാക്ടീസ് ചെയ്തിട്ട് അയാൾ അത് ഡെഡ് ബോഡി പോലെ എടുത്തുകൊണ്ട് കില്ലർ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. ആ നേരം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഗൗതം പോയി മറ്റു പോലീസുകാരോട് പറയുന്നുണ്ട്. തന്റെ മകളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്, അവളെ രക്ഷിക്കാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, തന്റെ കൂടെ വരണമെന്നും പറയുന്നു. ഭാസ്കറിന്റെ ലൊക്കേഷൻ നോക്കി ഭാസ്കറിന്റെ പുറകെ ഗൗതവും മറ്റു പോലീസുകാരും പോകുന്നുണ്ട്. ഭാസ്കറിന്റെ കൂടെ തന്റെ നായ ജാക്കി ഉണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിയുമ്പോ കില്ലറാകട്ടെ മുഖം മറിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. മേഴ്സിയുടെ ബോഡി തരാൻ പറയുന്നു. തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ വാഴത്തണ്ടുമായിട്ട് ബോഡിയെ പോലെ എടുത്തുകൊണ്ട് ഭാസ്കർ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അത് പെട്ടെന്ന് താഴേക്കിട്ട് അയാളെ കുത്താൻ ആരംഭിക്കുകയായിരുന്നു. പക്ഷെ കില്ലറിനത് മനസ്സിലായി. അയാളെ തടയുകയും ഭാസ്കറിനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. പിന്നെ അവർ തമ്മിൽ വലിയൊരു മൽപ്പിടുത്തമാണ് നടക്കുന്നത്. കില്ലറിന്റെ കാറില് കയ്യിലും ഇരിപ്പുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഭാസ്കർ കില്ലറിന്റെ മുഖം കാണുന്ന രീതിയിൽ അയാളുടെ മുഖത്ത് തുണി മാറ്റുന്നു. കില്ലറിനെ കണ്ട് ഭാസ്കർ ഞെട്ടിപ്പോയി. അത് മറ്റാരുമായിരുന്നില്ല, ചന്ദ്രനായിരുന്നു. 3 വർഷം മുമ്പ് കാണാതായ ഒരു കുട്ടിയുടെ അച്ഛൻ. ഉത്സവത്തിന്റെ അന്ന് രാത്രിയില് എസ്തർ പുറത്തേക്ക് പോകുന്നതും കുറച്ചു കഴിഞ്ഞപ്പോ സോളമൻ പോകുന്നതും എല്ലാം തന്നെ ഇയാൾ ഒരിടത്ത് മറിഞ്ഞിരുന്ന് കാണുകയായിരുന്നു. ആ തക്കം നോക്കി അയാൾ വീട്ടിൽ കയറി മേഴ്സിയെ ഉപദ്രവിച്ചു. അവളെ ക്രൂരമായി റേപ്പ് ചെയ്തു. എന്നിട്ട് അവളെ എടുത്തുകൊണ്ട് അവിടെ നിന്നും താഴേക്ക് പോകാൻ തുടങ്ങിയതും ജാക്കി അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ടായിരുന്നു. സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോകാൻ പറ്റാത്ത കാരണം അയാൾ സ്റ്റെപ്പിന്റെ സൈഡിൽ കൂടെ ചാടാൻ നോക്കി. എന്നാൽ മേഴ്സിയെ എടുത്തുകൊണ്ട് അയാൾക്ക് ചാടാൻ പറ്റിയില്ല. അത് കാരണം മേഴ്സിയെ അവിടെ തന്നെ റൂമിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അയാൾ അവിടെ നിന്നും ചാടി രക്ഷപ്പെട്ട് ഓടിയതാണ്. അയാൾ ഭാസ്കറിനെ അടിച്ചു വീഴ്ത്തിയിട്ട് ഭാസ്കറിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയം ജാക്കി വന്ന് ചന്ദ്രനെ ആക്രമിക്കുന്നു. അപ്പോഴേക്കും പോലീസുകാരും ഗൗതമും അവിടേക്കെത്തി അവരെ കൈയോടെ പിടിക്കുന്നുണ്ട്. കയലിനെ രക്ഷിക്കുകയും ചെയ്തു. പക്ഷെ തന്നെ കടിച്ച ജാക്കിയോട് ദേഷ്യം തോന്നിയിട്ട് ചന്ദ്രൻ അതിന്റെ ഇടയ്ക്ക് കല്ലെടുത്തെറിഞ്ഞ് ജാക്കിയെ കൊന്നിട്ടുണ്ടായിരുന്നു. ഈ ചന്ദ്രൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് നമ്മളെ കാണിക്കുന്നത്. ചന്ദ്രനോ അയാളുടെ വൈഫിനോ ഇടയിൽ കാര്യങ്ങളൊന്നും അത്ര നല്ല രീതിയിലായിരുന്നില്ല. കുടുംബജീവിതം ഏകദേശം താറുമാറായിരുന്ന അയാളാകട്ടെ തന്റെ ക്ലിനിക്കിൽ വരുന്ന സ്ത്രീകളോട് വേറൊരു രീതിയിൽ പെരുമാറാൻ തുടങ്ങി. എന്നാൽ സ്ത്രീകളെടുത്ത് പെരുമാറാൻ തുടങ്ങുമ്പോൾ അവർ റിയാക്ട് ചെയ്യുമല്ലോ, അത് സേഫ് അല്ലാന്ന് അയാൾക്ക് മനസ്സിലായതുകൊണ്ട് ലാബിൽ വരുന്ന കൊച്ചു പെൺകുട്ടികളോടായിരുന്നു അയാളുടെ മോശം സ്വഭാവം കാണിച്ചുകൊണ്ടിരുന്നത്. ക്ലിനിക്കിൽ വരുന്ന കൊച്ചു പെൺകുട്ടികളോടുള്ള അയാളുടെ മോശം പെരുമാറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മത്തിലെ സ്കൂളുകളിലൊക്കെ പോയിട്ട് അയാൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് അയാൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. പല കുട്ടികളുടെയും അച്ഛനമ്മമാരുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ആ കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആകുന്നില്ല. അതിൽ നിന്നും അയാൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. പലരുടെയും യഥാർത്ഥ പിതാവല്ല അവർക്കുള്ളത്, വേറെ കാമുകന്മാരിലുണ്ടായ കുട്ടിയാണിത്. അതുകൊണ്ട് അയാൾ തന്റെ ടാർഗറ്റ് ആയിട്ട് അങ്ങനെയുള്ള കുട്ടികളെയാണ് തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. ഒടുവിൽ സ്വന്തം മകളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് മനസ്സിലായി അത് തന്റെ കുഞ്ഞല്ലാന്ന്, തന്റെ വൈഫിനും മറ്റാരിലും ഉണ്ടായ കുട്ടിയാണ്. അത് അയാളെ വല്ലാതെ തകർത്തു. സ്വന്തം കുഞ്ഞിനെ കൊല്ലാനുള്ള ദേഷ്യം അയാൾക്കുണ്ടായിരുന്നു. അമ്പലത്തിലെ ഉത്സവത്തിന് തന്റെ കുട്ടി കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറിപ്പോയപ്പോഴേക്കും അയാൾ സ്വന്തം മകളെയും തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി റേപ്പ് ചെയ്തു. അത്രയും കാലം അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ വളർത്തിയ അയാൾ തന്നെ അത് തന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള കുട്ടിയല്ലാന്ന് മനസ്സിലാക്കി അവളെ ക്രൂരമായി റേപ്പ് ചെയ്തിരിക്കുന്നു. ഇത് കേട്ടിട്ട് ആ പോലീസുകാർക്ക് പോലും സഹിച്ചില്ല. ലബോറട്ടറിയിൽ ജോലി ചെയ്തിരുന്നുകൊണ്ട് തന്നെ അവിടെ ക്ലിനിക്കലായിട്ടുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്ന സ്പിരിറ്റ് ആയിരുന്നു ഇയാളും കുടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അതിന്റെ അംശം മേഴ്സിയുടെ ശരീരത്തിലും അന്ന് ഭാസ്കർ കണ്ടെത്തിയത്. സത്യങ്ങളെല്ലാം പുറത്തു വന്നതോടുകൂടി ഭാസ്കറിനും ഈ കേസിൽ ഒരു പങ്കുണ്ടല്ലോ. അതുകൊണ്ട് അയാളുടെ വീട്ടിലെത്തി ഫ്രിഡ്ജും സാധനങ്ങളും എല്ലാം തന്നെ പോലീസുകാർ കണ്ടെടുക്കുന്നു. ഇത്രയും കാലം മേഴ്സിയുടെ ബോഡി ഇയാളാണ് സൂക്ഷിച്ചിരുന്നെന്ന് മനസ്സിലാക്കി എസ്തർ അയാളുടെ മുഖത്തടിക്കുന്നു. അത്രയും കാലം കുറ്റബോധം കൊണ്ട് നിന്നിരുന്ന അയാളുടെ മനസ്സിന് കുറച്ച് സമാധാനം തോന്നിയത് അവളുടെ ഒരു അടി കിട്ടിയപ്പോഴാണ്. ഈ വക കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഭാസ്കറിനും ശിക്ഷയുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴും
ഇപ്പോഴും രഹസ്യമായി ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്. മേഴ്സിയുടെ ബോഡി എവിടെ പോയി? അത് ആരാണ് എടുത്തുകൊണ്ട് പോയത്? മേഴ്സിയുടെ ബോഡി കണ്ടു കിട്ടാത്തത് കൊണ്ട് അധിക കാലം ഒന്നും തന്നെ ഭാസ്കറിന് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. അയാൾ പെട്ടെന്ന് ജയിൽ മോചിതനായി. വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും കോമയിൽ നിന്നും അയാളുടെ ചെറുമകൻ രാഹുൽ ഉണർന്നിട്ടുണ്ടായിരുന്നു. രാഹുലിനെ കാണാൻ എന്നും എസ്തർ വരും. പക്ഷെ ആരോടൊന്നും മിണ്ടില്ല. അവന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവൾ തിരിച്ചു പോകും. ഭാസ്കർ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങിയതെന്ന് ഗൗതമനോട് വൈഫ് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, മേഴ്സിയുടെ ബോഡി കിട്ടാത്തത് കൊണ്ടാണ് എവിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ഭാസ്കറിനെ കോടതി വെറുതെ വിട്ടത്. ആ ബോഡി കിട്ടുന്നിടം വരെ അയാളെ ഇതിൽ കുറ്റക്കാരനാക്കാൻ പറ്റില്ല. അങ്ങനെ വീണ്ടും ഭാസ്കറിന്റെ വീട് കാണിക്കുന്നുണ്ട്. ആനന്ദി ഒരിടത്ത് ചെടി നനച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. രാഹുല് ആനന്ദിയെ തന്നെ നോക്കി നിൽക്കുന്നു. ഇനി ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. രാഹുൽ കോമയിൽ നിന്ന് ഉണർന്ന സമയത്ത് അവൻ പാതിബോധത്തിൽ ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആനന്ദി ഇപ്പോൾ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് മേഴ്സിയുടെ ബോഡി കൊണ്ടുവന്ന് ആനന്ദി അടക്കം ചെയ്യുന്നത്. ആനന്ദി ആ ബോഡി ഒളിപ്പിച്ചതിന് ഒരു കാരണമുണ്ട്. കാരണം ഇടയ്ക്ക് ഇവർ ഭാസ്കറുമായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഭാസ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയൊക്കെ ഞാൻ മേഴ്സിയുടെ ബോഡി ഒളിപ്പിച്ചു വെച്ചിട്ട് നേരിട്ട് പോയി സറണ്ടർ ചെയ്താലും ആ ബോഡി കിട്ടിയാൽ മാത്രമേ അവർക്ക് എന്നെ കുറ്റക്കാരനാക്കാൻ പറ്റൂന്ന്. എന്നാൽ മാത്രമേ എനിക്ക് ശിക്ഷ ലഭിക്കൂ. ബോഡി കിട്ടാത്തടത്തോളം കാലം എന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കയാൾ അങ്ങനെ പറഞ്ഞത് ഇവരുടെ മനസ്സിൽ കിടക്കുന്ന കാരണം ഈ ഒരു അവസ്ഥയിൽ തന്നെയും ചെറുമകനെ ഒറ്റയ്ക്കാക്കി ഭാസ്കർ ജയിലിൽ പോകുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഭാസ്കർ ആ ബോഡി കടയിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർ ആരും അറിയാതെ രാത്രിയിൽ പോയി ആ ബോഡി എടുത്തുകൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ടത്. അവിടെയെല്ലാം തന്നെ ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ട്. തന്റെ വൈഫ് ആനന്ദിയാണ് ആ ബോഡി അവിടെ നിന്ന് മാറ്റിയതെന്നുള്ള രഹസ്യം ഭാസ്കറിനും അറിയില്ല. അങ്ങനെ ഇവിടെയാണ് ഈ ഒരു സീരീസ് അവസാനിക്കുന്നത്. ഈ ഒരു സീരീസിന്റെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.